നമസ്കാരം. ഗുരുപൂർണിമ ദിനം കേരളത്തിലെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടന്ന പാദപൂജയിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തും. ആചാരമെന്നാണ് ഹൈന്ദവ സംഘടനകളിൽ ചിലതിന്റെ പ്രതിരോധം. അത് വിദ്യാലയങ്ങളിൽ പാടില്ല എന്ന ഇടത് യുവജന വിദ്യാർത്ഥി സംഘടനകൾ. പൂജിച്ച് പഠിക്കണോ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. കോൺഗ്രസിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, CPM-ൽ നിന്ന് ശ്രീ PM-R ഷോ, ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ RV ബാബു, അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, സരസ്വതി വിദ്യാലയം ബന്തെടുക്ക സ്കൂൾ സമിതി അംഗമാണ്. ഇത്രയും ആളുകളാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ ചേരുന്നത്. ശ്രീ RV ബാബു, അങ്ങേക്ക് എന്നെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ RV ബാബു, ഇന്ന് ഹിന്ദു ഐക്യവേദിയുടേതായി അങ്ങയുടെ തന്നെയായി ഒരു പത്രക്കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഗുരുപൂജ വിവാദമാക്കുന്നത് തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതൊരു ഞെട്ടിക്കുന്ന സംഭവമാണ്. ഇതിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം നടത്തുമെന്നതടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ആരെയാണ് പ്രീതിപ്പെടുത്തുന്നത് എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ പൊതുവിദ്യാലയ സ്ഥാപനങ്ങൾ, വിദ്യാലയങ്ങൾ തന്നെ ഇത്തരത്തിലുള്ള ആചാരങ്ങൾക്ക് വേദിയാകേണ്ടതില്ല എന്ന നിലപാടിനെ ഖണ്ഡിക്കേണ്ടതുണ്ടോ? അല്ല, ഇത് ഞെട്ടിപ്പിക്കുന്നത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. കാരണം കഴിഞ്ഞ 10-40 വർഷമായിട്ട് വിദ്യാലയങ്ങളിൽ, സരസ്വതി വിദ്യാനികേതൻ അല്ലെങ്കിൽ വിദ്യാനികേതൻ വിദ്യാലയങ്ങളിൽ നടന്നു വരുന്ന ഒരു ചടങ്ങാണിത്. ഇപ്പോൾ ഗുരുപൂർണിമ ദിവസം രാജ്യമെമ്പാടും നമ്മുടെ ഭാരതത്തിൽ ഒരു ഗുരുപരമ്പരയിൽ, ആർഷപരമ്പരയിൽ വിശ്വസിക്കുന്ന ആ ആളുകൾ ഗുരുവിനെ പൂജിക്കുന്ന ദിവസമായിട്ടാണ് വ്യാസപൂർണിമ, ഗുരുപൂർണിമ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ദിവസം ഈ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന സ്ഥാപനങ്ങളിലും വിദ്യാലയങ്ങളിലും ഒക്കെ ഗുരുപൂജ ആഘോഷം നടന്നു വരുന്നു. ഒരു സാംസ്കാരിക പരിപാടിയാണ് ഗുരുപൂജ ആഘോഷം. ഗുരുവിനോട് ഭക്തിയും ആദരവും വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും അത് അനിവാര്യമാണ് എന്ന സങ്കല്പത്തോടു കൂടിയിട്ട് അങ്ങനെ ഒരു ചടങ്ങ് കാലങ്ങളായിട്ട്, എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നടന്നു വരുന്നു. അതുകൊണ്ട് ഇത് എങ്ങനെ ഞെട്ടിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശ്രീ RV ബാബു, ഇപ്പോൾ നമുക്ക് ഓർമ്മയുണ്ട്, നവകേരള സദസ്സ് നടക്കുന്ന സമയത്ത് വിദ്യാർത്ഥികളെ സ്കൂളിന് പുറത്തു നിർത്തുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ വിദ്യാർത്ഥികളെ യാതൊരു തരത്തിലും പൊതുപരിപാടികളുടെ ഭാഗമാക്കരുത്, വിദ്യാലയങ്ങളിലെ പഠന സമയങ്ങളിൽ അവരെ യാതൊരു തരത്തിലും മറ്റു പരിപാടികളുടെ ഭാഗമാക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങൾ കോടതി തന്നെ പറഞ്ഞിട്ടുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനെ വിമർശിച്ചവരാണ് നമ്മളൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് കോടതി നിർദ്ദേശമുള്ളപ്പോൾ എല്ലാവരും അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ വിദ്യാലയങ്ങളെ അങ്ങനെ ആചാരങ്ങളുടെ വേദി അല്ലെങ്കിൽ മറ്റു പരിപാടികളുടെ വേദി ആക്കേണ്ടതില്ല എന്ന കാര്യം നിയമപ്രകാരം തന്നെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതല്ലേ? മാധു, നമുക്ക് എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ A+B the whole square, A² + 2AB + B² എന്ന് പഠിപ്പിക്കാൻ മാത്രമാണോ വിദ്യാലയം? 3 2 5 എന്ന് പഠിപ്പിക്കാൻ മാത്രമാണോ? മഹാത്മാഗാന്ധി മുതൽ വിവേകാനന്ദൻ മുതൽ ടാഗോർ, അരവിന്ദ് ഘോഷ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ? നമുക്ക് മനുഷ്യനെ നിർമ്മിക്കാൻ സാധിക്കണം വിദ്യാഭ്യാസത്തിലൂടെ. മാൻ മേക്കിംഗ് ആണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസം, സംസ്കാരമാണ് വിദ്യാഭ്യാസത്തിലൂടെ പകർന്നു കിട്ടേണ്ടത്. കേരളത്തിന്റെ പഠന വിഷയങ്ങളുടെ സിലബസിൽ ഉൾപ്പെട്ടതാണ്. ഇത് സിലബസിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ വിദ്യാലയങ്ങൾ എന്തിന് എന്നത് സംബന്ധിച്ച് ശാസ്ത്രീയമായ നിർവചനങ്ങളുണ്ട്. വിദ്യാലയങ്ങളിൽ എന്തൊക്കെ നടത്തണം, നടത്തേണ്ട എന്നുള്ളതിനെ കുറിച്ച് നിയമപരമായ നിഷ്കർഷകളുണ്ട്. അതിൽ സംസ്കാരം, ആചാരം തുടങ്ങിയ കാര്യങ്ങൾ ഏതൊക്കെ വേണം, വേണ്ട തുടങ്ങിയ കാര്യങ്ങളിലും നിഷ്കർഷകളും മാനദണ്ഡങ്ങളുമുണ്ട്. അങ്ങ് പറഞ്ഞതൊക്കെ സിലബസിൽ പെട്ടതാണ്. നമ്മുടെ ചർച്ചാ വിഷയമായ പാദപൂജ സിലബസിൽ പെട്ടതല്ല. നമ്മുടെ രാജ്യത്ത് നടത്തുന്ന ഒട്ടനവധി വിദ്യാലയങ്ങളിൽ മോറൽ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ആ മോറൽ ക്ലാസ്സുകളൊക്കെ സിലബസിൽപ്പെട്ട കാര്യങ്ങളാണോ അവിടെ പഠിപ്പിക്കുന്നത്? അങ്ങനെ ഒരു സിലബസ് ഉണ്ടോ മോറൽ ക്ലാസ്സുകൾക്ക്? ഇല്ലല്ലോ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് കുട്ടികൾക്ക് അധ്യാപകരോട് ആദരവും ഭക്തിയും വർദ്ധിപ്പിക്കണം എന്ന് വിചാരിച്ച് നല്ല ഉദ്ദേശത്തോടു കൂടി കുട്ടികളിൽ ആ സംസ്കാരം വളർത്തുന്നതിനെ ഈ തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് ആസൂത്രിതമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അവസരത്തിൽ ഇത് വിവാദമാക്കുന്നതിന്റെ കാരണം നമ്മുടെ കേരളത്തിൽ ഈ സമയമാറ്റം, സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ ചില മതവിഭാഗങ്ങൾ ഉയർത്തിയിട്ടുള്ള എതിർപ്പുകളുണ്ട്. ആ എതിർപ്പുകളെ തൻ്റെ ഇടത്തോടെ ഞങ്ങൾ നേരിടും എന്നൊക്കെ പറയുകയും പിന്നീട് അതിന്റെ മുമ്പിൽ ഇപ്പൊ മുട്ടുപറച്ച് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ ഈ കാര്യത്തിൽ മാത്രമല്ല, ഒട്ടനവധി കാര്യങ്ങളിൽ സ്കൂളിന്റെ ടൈം ടേബിൾ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് ഒക്കെ ചില മതവിഭാഗങ്ങളുടെ എതിർപ്പുകൾ വന്നപ്പോൾ നമ്മുടെ കേരള സംസ്ഥാനം
പുറകോട്ട് പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ശരി, അങ്ങ് ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അങ്ങ് ചൂണ്ടിക്കാണിച്ചത് ശരിയാണ്. ചില വിദ്യാലയങ്ങളിൽ സാൻമാർഗിക പഠനമുണ്ട്, ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പക്ഷെ ആ ടെക്സ്റ്റിൽ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതോ അല്ലെങ്കിൽ എല്ലാവരുടെയും വിശ്വാസവുമായി ചേർന്ന് നിൽക്കാത്തതോ തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കത് ചർച്ചയ്ക്ക് വിധേയമാക്കാം, നമുക്കതിനെ വിമർശിക്കാം. ആ സ്വാതന്ത്ര്യം കൂടിയുണ്ട്. ഇതിപ്പോ വിമർശിക്കുന്നവരെല്ലാം ആർഷഭാരത സംസ്കാര വിരുദ്ധരാണ്, അവരെല്ലാവരും രാജ്യവിരുദ്ധരാണ്, അവരൊക്കെ തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്ന തരത്തിലുള്ള പ്രതിരോധമോ? മാധു, ഈ വിഷയത്തിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് തികച്ചും മതേതരമായൊരു പരിപാടിയാണ്. നമ്മുടെ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പിന്തുടർച്ചയാണ്. ഇപ്പോ ഇത്തവണ വട്ടോളി സ്കൂളിൽ ഈ ഗുരുപൂജ ആഘോഷത്തിൽ പങ്കെടുത്തത് അവിടുത്തെ ഒരു മുസ്ലിം സ്ത്രീ ആയിട്ടുള്ള അധ്യാപികയാണ്. അവരുടെ കാലം തൊട്ടാണ് കുട്ടികൾ വന്ദിച്ചത്. ഇപ്പൊ 2016 ബന്ദെടുക്കയിൽ ഇപ്പൊ ഈ വിവാദമായിട്ട് നിങ്ങൾ കാസർഗോഡ് സ്കൂളിലെ സംഭവം പറഞ്ഞു. 2016 നമ്മുടെ ഗുരുപൂജ ആഘോഷത്തിൽ പങ്കെടുത്തത് അവിടുത്തെ CPM-ന്റെ പ്രാദേശിക പഞ്ചായത്ത് പ്രസിഡന്റും നേതാവുമാണ്. അവിടുത്തെ ഗുരുപൂജ അവർ അധ്യാപകരും കൂടിയാ, അധ്യാപകരാണ് എന്നുള്ളതും കൊണ്ടാണ് അവരതിൽ പങ്കെടുത്തത്. ഇപ്പോ ശശീന്ദ്രൻ പങ്കെടുത്ത ഒരു പരിപാടി നന്മണ്ട വിവേകാനന്ദ സ്കൂൾ വിദ്യാനികേതൻ സ്കൂളിൽ നടത്തിയിരുന്നു നമ്മുടെ മന്ത്രി ശശീന്ദ്രൻ. അന്ന് പങ്കെടുത്തപ്പോഴും ഈ കുട്ടികള് ശശീന്ദ്രന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങുകയും കാലുതൊട്ട് വന്നിക്കുകയും ചെയ്യുന്ന സന്ദർഭമുണ്ട്. കാലുതൊട്ട് വന്നിക്കുക, പാദനമസ്കാരം നടത്തുക നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരമാണ്, സംസ്കാരത്തിന്റെ ഭാഗമാണ്. നമുക്ക് തോന്നുകയാണ്, സ്വേച്ഛയാ നമ്മൾ ചെയ്യുകയാണ്. നമുക്ക് ഒരാൾ ഒരു പുരസ്കാരം നൽകുമ്പോൾ നമുക്ക് ആദരണീയനാണ് അദ്ദേഹം എന്ന് തോന്നി നമ്മൾ ചിലപ്പോൾ പാദനമസ്കാരം ചെയ്യും. അത് നമ്മളുടെ തീരുമാനമാണ്. ഇത് പക്ഷേ ഒരു സംഘടന, സ്കൂളിനെ നയിക്കുന്ന ഒരു സമിതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാണ്. അതിലെ സ്കൂളിലെ കുട്ടികൾ അതിന്റെ ഭാഗമാവുകയാണ്. പിന്നെ അങ്ങ് പറഞ്ഞു മതേതരമായ ചടങ്ങ് എന്ന്. മതേതരമായ ചടങ്ങാകാൻ അതിലെല്ലാ മതസ്ഥരും പങ്കെടുത്താൽ മാത്രം പോരാ. അങ്ങ് തന്നെ ഗുരുപൂർണിമയെ വ്യാസപൂർണിമ എന്നാണ് പറഞ്ഞത്. വ്യാസപൂർണിമ എന്ന് പറയാൻ കാരണമായി ഇതിഹാസത്തിൽ അതിനെ വിശ്വസിക്കുകയും അതിനെ ഫോളോ ചെയ്യുകയും ചെയ്യുന്നത് എല്ലാ മതക്കാരുമല്ല, ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അതിനെ മതേതരമായ എന്ന ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നത് എങ്ങനെയാണ്? വ്യാസപൂർണിമ ദിനത്തിൽ ഈ ഗുരുക്കന്മാരെ പൂജിക്കുന്നു എന്നേ ഉള്ളൂ. വ്യാസനെയല്ല അവിടെ പൂജിക്കുന്നേ. അല്ല, അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണല്ലോ. ഗുരു സങ്കല്പത്തെയാണ്, അല്ലെങ്കിൽ ഗുരു എന്ന് പറയുന്നത് അഖില ലോകങ്ങൾക്കും ഗുരു എന്ന സങ്കല്പം വ്യാസനിൽ ആരോപിച്ചുകൊണ്ടാണ് വ്യാസന്റെ ജന്മദിനമായ ദിവസം ഗുരുപൂർണിമ വ്യാസപൂർണിമ എന്ന് അർത്ഥമാക്കി ആചരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങ് തിരുത്തു. വ്യാസൻ എന്തുകൊണ്ട് ഗുരുവായി എന്നുള്ള ചർച്ചയിലേക്ക് ഇത് പോണെങ്കിൽ ഞാൻ അതിന് വളരെ സന്തോഷത്തോടെ പോവാം. നമ്മുടെ ചർച്ച അതിലേക്കല്ലല്ലോ. ഞാൻ പറഞ്ഞത് വ്യാസപൂർണിമ ദിനത്തിൽ ഗുരുവിനെ പൂജിക്കുന്നതായിട്ട് നമ്മുടെ ഭാരതത്തിലെ മുഴുവൻ സമ്പ്രദായങ്ങളിലും അങ്ങനെയാണ് നിലനിൽക്കുന്നത്. അപ്പൊ ആ ദിവസം നമ്മൾ ഗുരുവിനെ പൂജിക്കുന്ന ദിവസമായിട്ട് തെരഞ്ഞെടുക്കുന്നു. ആ ദിവസം കുട്ടികൾക്ക് ഗുരുവിനെ പൂജിക്കാനുള്ള സന്ദർഭം ഒരുക്കി കൊടുക്കുന്നു. അതിൽ പല രീതിയിലും അവരെ ചിലപ്പോൾ പാദപൂജ ചെയ്തുകൊണ്ടായിരിക്കാം, പാദ നമസ്കാരം ചെയ്തുകൊണ്ടായിരിക്കാം, സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ട്. ഇതൊക്കെ നമ്മുടെ ഭാരതീയ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങളാണ്. ഗുരുവിനെ പൂജിക്കുക എന്നുള്ളത്, മാതാ പിതാ ഗുരു ദൈവം എന്ന സങ്കല്പം. അച്ഛനെ പൂജിക്കണം, അമ്മയെ പൂജിക്കണം, ഗുരുവിനെ പൂജിക്കണം, ദൈവത്തിന് മേലെയായി എന്നാണ് അതിന്റെ അർത്ഥം. ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചതിന് ശേഷം മറ്റതിഥികളിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ സംസ്കാരം, നമ്മുടെ ദേശീയത, അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ദേശീയതയുടെ പല ഭാഗങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിലൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ. നമ്മുടെ ആചാരം, സംസ്കാരം, മതം, ചിന്ത, വിശ്വാസം തുടങ്ങിയ കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള ഇടമല്ല പുസ്തകങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിച്ചിട്ട് അങ്ങ് അതിന്റെ മറുപടിയുടെ കൂടെ പറഞ്ഞോളൂ. എന്തുകൊണ്ട് ആ ദിവസം, ശ്രീ ആർ ബി ബാബു, എന്തുകൊണ്ട് ആ ദിവസം? അല്ല, ആ ദിവസം ഗുരുപൂജ ദിവസമാണ്, ഗുരുപൂർണിമ ദിവസമാണ്. എങ്ങനെ അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നേ. നിങ്ങൾക്ക് മതവും സംസ്കാരം, നിങ്ങൾക്ക് അങ്ങനെ വേർതിരിക്കാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ എല്ലാത്തിനും വേർതിരിക്കണം. നമ്മുടെ യൂണിവേഴ്സിറ്റികളിലെ ആപ്തവാക്യങ്ങൾ നീക്കം ചെയ്യണം. അങ്ങ് മതേതരമാണ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എന്തുകൊണ്ട് ആ ദിവസം എന്ന് ഞാൻ ചോദിക്കാൻ കാരണം, അല്ല, ഞാൻ അങ്ങനെ പ്രക്ഷുബ്ധയാകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങ് മതേതരമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. എന്തുകൊണ്ട് ആ ദിവസം, എന്തുകൊണ്ട് വ്യാസന്റെ ജന്മദിവസം, എന്തുകൊണ്ട് വ്യാസപൂർണിമ ദിവസം ഗുരുക്കന്മാരെ പൂജിക്കാനുള്ള അവസരം വിദ്യാർത്ഥികൾക്ക് ഒരുക്കി നൽകണമെന്ന് തോന്നുന്നു? ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന എല്ലാ ഭാരതീയ സമൂഹങ്ങളും
എല്ലാ ഭാരതീയ സമ്പ്രദായങ്ങളിലും പെട്ടവര് അവരുടെ ഗുരുവായിട്ട് വ്യാസനെയാണ് സങ്കല്പിച്ചത്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം. ഇത് നമ്മുടെ ഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണ്. ഞാനതാ പറഞ്ഞേ, ഇതിന് നിങ്ങൾക്ക് മതവുമായിട്ട് ചേർത്താൽ, മതമായിട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങിയാൽ എനിക്ക് പലതിനെയും മതമായിട്ട് മതേതരം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ചു പറയുന്നു. അങ്ങ് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് പറഞ്ഞതുകൊണ്ടല്ല ഞാനത് ചോദിച്ചത്. അങ്ങ് മതേതരമാണ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് ആ ദിവസം എന്നുള്ളത്. അത് ഇതിഹാസവുമായി ബന്ധപ്പെട്ടതാണ്. ഇതിഹാസവുമായി ബന്ധപ്പെട്ടതാണ്. ആരുടെ ഇതിഹാസമാണ്? ഹിന്ദു വിശ്വാസികളുടെ ഇതിഹാസമാണ്. അല്ല, ഈ ഇതിഹാസം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ സൃഷ്ടിയല്ലേ? അല്ല, ഭാരതീയ സംസ്കാരത്തിന്റെ സൃഷ്ടിയല്ലേ? സംസ്കാരത്തിന്റെ ഭാഗമായി ഇതിഹാസം നമ്മുടെ സിലബസുകളിലില്ല. അവിടെ എല്ലാ മതവിശ്വാസികൾക്കും പഠിക്കാനും മുന്നേറാനും കഴിയുന്ന ആശയങ്ങൾ ആവിഷ്കരിക്കാനുള്ള, ആശയങ്ങൾ സ്വാംശീകരിക്കാനുള്ള സാധ്യത ഒരുക്കിക്കൊടുക്കുക എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ സമ്പ്രദായവും പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലും അതിനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. അതിനുള്ള എല്ലാ മതവിശ്വാസികൾക്കും ആശയങ്ങൾ സ്വാംശീകരിക്കാനുള്ള. എനിക്കങ്ങ് പറഞ്ഞത് മനസ്സിലായില്ല. മാധു ഏത് മതത്തിന്റെ സൃഷ്ടിയാണ്? എന്ത്? അല്ല, മാധു ഏത് മതത്തിന്റെ സൃഷ്ടിയായിട്ടാണ് മഹാഭാരതവും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഏത് മതത്തിന്റെ സൃഷ്ടിയായിട്ടാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു മതത്തിന്റെ സൃഷ്ടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചത് അത് ഇതിഹാസമായി കാണുന്നത് ആരാണ് എന്നാണ്. അല്ല, അങ്ങനെയൊക്കെ അങ്ങ് പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വഴങ്ങാൻ തയ്യാറില്ല. ഞാൻ മണ്ടത്തരം ഒരു പക്ഷെ പറയുമായിരിക്കും. നമ്മൾ എല്ലാവരും എല്ലാം തികഞ്ഞവരും എല്ലാ ബുദ്ധിയും ഒരേപോലെ ഉള്ളവരുമല്ല. ഞാൻ അത്തരം പ്രകോപനങ്ങൾക്ക് വശംവദയാകാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇതിഹാസങ്ങൾ ഉണ്ടായപ്പോൾ, ഈ വേദങ്ങൾ ഉണ്ടായപ്പോൾ ഈ മതങ്ങളൊന്നുമില്ല. ഈ പറയുന്ന ഇന്ന് കാണുന്ന മതങ്ങളൊന്നുമില്ല. നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത് അറിയാമോ? ഞാൻ ഈ ഇതിഹാസങ്ങൾ ഉണ്ടായപ്പോൾ, ഈ പുരാണങ്ങൾ ഉണ്ടായപ്പോൾ, ഈ മതങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞില്ല. പറഞ്ഞാലല്ലേ അത് മണ്ടത്തരമാണ് എന്ന് അങ്ങേക്ക് ഗണിക്കാൻ കഴിയുകയുള്ളൂ. ഇല്ലല്ലോ. പക്ഷെ അതൊക്കെ ഉണ്ടായപ്പോഴുണ്ടായിരുന്ന ഒന്നുണ്ട്, അത് ചാതുർവർണ്ണ്യമാണ്. അതൊക്കെ ഉണ്ടായിരുന്നപ്പോഴുണ്ടായിരുന്നത് അത് ചാതുർവർണ്ണ്യമാണ്. അതുണ്ടായിരുന്നല്ലോ സ്വാഭാവികമായും. അപ്പോൾ അതിലേക്കുള്ള തിരിച്ചു നടത്തം, അത് പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങൾ എന്നുള്ളതാണ് ഇപ്പോൾ മറ്റുള്ളവർ ഉന്നയിക്കുന്ന വിമർശനം. എന്താണ് ചാതുർവർണ്ണ്യം എന്ന് ചർച്ച ചെയ്യാനല്ലോ നമ്മൾ ഇരിക്കുന്നത്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ അല്ലല്ലോ ഈ വിഷയമല്ലേ? അല്ലേ? അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ശ്രീ ആർ വി ബാബു, നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യാനല്ലോ ഇരിക്കുന്നത്. അല്ല, അന്നുണ്ടായിരുന്നത് ചാതുർവർണ്ണ്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞുള്ളൂ. മതങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ മതം ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ ശ്രീ ആർ വി ബാബു. ഞാൻ ചോദിച്ചോ? അങ്ങ് മതങ്ങളില്ല എന്ന് പറഞ്ഞപ്പോൾ മതം ഏതാണെന്ന് ഞാൻ ചോദിച്ചില്ലല്ലോ. എന്താണ് മതം ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പൊ അന്ന് ചാതുർവർണ്ണ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ എന്താണ് ചാതുർവർണ്ണ്യം എന്ന് അങ്ങ് ചോദിക്കുന്നത്? അതിനെപ്പറ്റി ചർച്ചയ്ക്ക് കൊണ്ടുപോകാനല്ലേ? അങ്ങ് പറഞ്ഞല്ലോ ഇപ്പൊ CPM ശ്രമിക്കുന്ന RSSന്റെ പരിപാടികൾക്ക് പരസ്യം നൽകാനാണെന്ന്. ഞാനില്ല ശ്രീ ആർ വി ബാബു. എന്നെ അങ്ങനെ പ്രകോപിപ്പിക്കാൻ അങ്ങ് ഇന്നത്തെ ദിവസം എന്തായാലും നോക്കേണ്ടതില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ അങ്ങനെയൊക്കെ വരാം. അങ്ങ് ക്ഷമിക്കൂ. നമ്മൾ 7:43 വരെ നമ്മൾ തമ്മിൽ സംസാരിച്ചില്ലേ? ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ PM അശോക്, ഞാൻ വരാം. അങ്ങ് ക്ഷമിക്കണം. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ PM അശോക് പറയൂ. ഞാൻ മര്യാദ ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ മാധു സമ്മതിച്ചിട്ടില്ല. ഞാൻ കേൾക്കാൻ പറയൂ. ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ മാധു എന്നെ സമ്മതിച്ചിട്ടുണ്ടോ? ഞാൻ കേൾക്കാൻ സെന്റൻസ് പറയൂ. ഞാൻ പറയുന്നത് പ്രേക്ഷക സമൂഹം കേൾക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു സെന്റൻസ് പൂർത്തീകരിക്കാൻ സമ്മതിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ മാധുവിന്റെ അജണ്ട, മാതൃഭൂമിയുടെ അജണ്ട നടപ്പാക്കണം. അതിന് എന്നെ കരുവാക്കാൻ നോക്കണ്ട. എന്നെ അതിന് കിട്ടത്തില്ല. ഇവിടത്തെ പ്രശ്നം എന്താണ്? ഇവിടെ നമ്മുടെ ക്യാമ്പസുകൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഫ്രീ സെക്സിന്റെയും കേന്ദ്രങ്ങളാണ്. മാധു, എങ്ങനെയാണ് അഭിമന്യു കൊല്ലപ്പെട്ടത് അറിയാമോ? രാത്രി 10 മണിക്ക് 12 മണിക്കാണ് അഭിമന്യു കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അഭിമന്യു രാത്രി 12 മണിക്ക് ഇറങ്ങി നടക്കേണ്ട സ്ഥിതി വന്നത്? ക്യാമ്പസുകളിൽ നിന്ന് അതാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ കൊച്ചിയിലെ അഭിഭാഷകരുടെ കേന്ദ്രത്തിൽ കയറി വിദ്യാർത്ഥികൾ, അവർ തമ്മിൽ തർക്കം, ബഹളം, അടി. ഇന്ന് ഫ്രീ സെക്സിന്റെയും മയക്കുമരുന്നിന്റെയും കാസർഗോഡ് ഒരു പ്രിൻസിപ്പാൾ പറഞ്ഞത് എന്തായിരുന്നു? കുടുംബത്തിലെ, നമ്മുടെ വീടുകളിലെ കിടപ്പറയിൽ നടക്കുന്ന രംഗങ്ങൾ ക്ലാസ് മുറികളിൽ നടക്കുന്നു, ക്യാമ്പസുകളിൽ നടക്കുന്നു. ആ വിദ്യാർത്ഥി, ആ പ്രിൻസിപ്പാളിനെ എതിരായിട്ട് കലാപം, പ്രിൻസിപ്പാളിന്റെ കുഴിമാടം തീർക്കുന്നു പാലക്കാട് വിക്ടോറിയ കോളേജില്. കുട്ടികളുടെ മുന്നിലിട്ട് അധ്യാപകനെ വെട്ടിക്കൊല്ലുന്നു. ഈ തരത്തിലുള്ള സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കുട്ടികളിൽ അധ്യാപകരോട് വിനയവും അതേപോലെ ആദരവും സൃഷ്ടിക്കുന്ന തരത്തിലുള്ള പരിപാടികൾ നടത്തുമ്പോൾ നിങ്ങൾ ദുർവ്യാഖ്യാനങ്ങളിലൂടെ അതിനെ ഇകഴ്ത്താനും തകർക്കാനും ശ്രമിക്കുക. ഗുരുവന്ദനം എന്നുള്ളത് ഒരു നല്ല സംസ്കാരം കുട്ടികളിൽ ജനിപ്പിക്കുന്ന പരിപാടിയാണ്. വിദ്യാർത്ഥികളുടെ കൈകളിൽ കത്തിയും കഠാരയും കൊടുത്തുകൊണ്ട് ആ കുഴിമാടം തീർക്കാനല്ല ഈ കുട്ടികളോട് പറഞ്ഞത്. അവരെ നല്ല സംസ്കാരം, അധ്യാപകരെ വന്ദിക്കാൻ,
അച്ഛനെയും അമ്മയെയും കാണുന്ന പോലെ തങ്ങളുടെ അധ്യാപകരെ കാണാൻ അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തെയാണ് നിങ്ങൾ. എനിക്ക് ഈ ചർച്ച തന്നെ അത്ഭുതമാണ്. ഇത്തരത്തിലൊരു ചർച്ചയിലേക്കാണോ പോകേണ്ടത്? നമ്മുടെ കുട്ടികളിലേക്ക് നല്ല സംസ്കാരം പകർന്നു കൊടുക്കുന്നതിനെ ഇങ്ങനെയാണോ കാണേണ്ടത്? ശരി, അങ്ങ് പ്രേക്ഷകരോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായി പറയാനുള്ള അവസരം ഞാൻ നൽകി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഞാൻ അങ്ങോട്ട് പറയുന്നു. കേരളത്തിലെ ക്യാമ്പസുകൾ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഫ്രീ സെക്സിന്റെയും കേന്ദ്രങ്ങളാണ് എന്ന് അങ്ങ് പറഞ്ഞത് സമ്മതിച്ചു തരാൻ നിർവാഹമില്ല ശ്രീ RV ബാബു. അതുമായി ബന്ധപ്പെട്ട അഭിമന്യുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതിൽ ആ പരാമർശത്തിൽ മറുപടി പറയാൻ ബാധ്യത ശ്രീ PM ആർഷോയ്ക്കാണ്. അദ്ദേഹം പറഞ്ഞുകൊള്ളും. പിന്നെ ഇത് മൂന്നിന്റെയും കേന്ദ്രമാണ് കേരളത്തിലെ സർവകലാശാലകൾ എന്ന് പറയാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സഹവാസവും നമുക്ക് പരിചയവുമുള്ള ആളുകൾക്ക് അത്തരം വിവരങ്ങളെ ഉള്ളൂവെങ്കിൽ നമുക്ക് അവരോട് പരിതപിക്കുക എന്നല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അവരുടെ സ്വഭാവം അനുസരിച്ച് അവർ നൽകുന്ന വ്യാഖ്യാനങ്ങൾക്ക് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസവും ഇവിടുത്തെ കുഞ്ഞുങ്ങൾക്കും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാൻ വരുന്ന ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ ഫ്രീ സെക്സിന്റെ വക്താക്കളാണെന്ന് പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ നിർവാഹമില്ല. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ, ഞാനും ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ്, നമ്മുടെ കുഞ്ഞുങ്ങളെ ആ നിലയ്ക്ക് ചപ്പ കുത്തുക എന്ന് പറയുന്നത് വലിയ പാതകമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ PM ആർഷോ, രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട് ഇതിൽ. ചില സംഘടനകളുടെ രാക്ഷസ കോട്ടകളായിട്ട് ക്യാമ്പസുകളെ നിർത്തുകയാണ് മാധു. രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് ഇതിൽ എന്ന് പറയുന്നു. അതായത് സമസ്തയടക്കമുള്ള സംഘടനകൾ. ശ്രീ RV ബാബു, നമ്മൾ മാത്രം സംസാരിച്ചാൽ പോരാ, അങ്ങേക്ക് സംസാരിക്കാൻ സമയം വേണമെന്ന് പറഞ്ഞ് ഞാൻ വളരെ ക്ഷമാപൂർവ്വം അത് വളരെ ബഹുമാനത്തോടു കൂടി കേട്ടിരുന്നു. അതിനുശേഷം ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോവുകയാണ്. അങ്ങൊന്ന് ക്ഷമിക്കൂ, കാത്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ശ്രീ PM ആർഷോ, രാഷ്ട്രീയമായ ലക്ഷ്യമുണ്ട്. സമസ്ത അടക്കമുള്ള സ്ഥാപനങ്ങൾ, സംഘടനകൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്ന സർക്കാരിന് മറ്റെല്ലാ ആചാരങ്ങളോടും തങ്ങൾക്ക് ഇത് തന്നെയാണ് നിലപാടെന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമമാണോ ഈ ആചാരത്തിനെതിരെ നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. മറ്റൊന്ന്, നമ്മുടെ ക്യാമ്പസുകളുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശവും അങ്ങയുടെ മറുപടി. മാഡം, ഈ സഹബാനിസ്റ്റായിട്ടുള്ള സംഘപരിവാറുകാരനെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള കലി, ദേഷ്യം സ്വാഭാവികമായും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടും എന്നുള്ളതിനകത്ത് തർക്കമല്ല. കാരണം ഈ നിലയ്ക്ക് നമ്മുടെ പൊതുസമൂഹത്തെ ഇവർ സംഘപരിവാറുകാർ ഏതെല്ലാം ഘട്ടത്തിൽ പുറകോട്ട് നടത്താൻ വേണ്ടി ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ ഘട്ടത്തിലൊക്കെ അതിനെ കരുത്തോടെ പ്രതിരോധിച്ച് അതിനെ ചെറുത്തു പരാജയപ്പെടുത്തിയ ഇടങ്ങളാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കലാലയങ്ങൾ. എല്ലാ ഘട്ടത്തിലും ഇവരുടെ പിന്തിരിപ്പൻ രാഷ്ട്രീയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയും അതിനെ പുറത്തു നിർത്തുകയും ചെയ്തിട്ടുള്ള കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട്, കലാലയങ്ങളോട്, സംഘപരിവാർ രാഷ്ട്രീയത്തെ പുറത്തു നിർത്തിയ ആളുകളോട് ഇവർക്കുള്ള അടങ്ങാത്ത പക, അടങ്ങാത്ത കലി അതിങ്ങനെ സാധ്യമാകുന്ന ഇടങ്ങളിലൊക്കെ തികട്ടി വന്നുകൊണ്ടേയിരിക്കും. അത്തരത്തിലൊരു തികട്ടിവരവാണ് മിനിറ്റുകൾക്ക് മുൻപ് അദ്ദേഹം ഈ ചാനലിൻ്റെ ഫ്ലോറിനകത്ത് പ്രകടിപ്പിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതിനോടൊപ്പം തന്നെ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യത്തിന് മറുപടി പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. അത് സഖാവ് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടായിരുന്നു. സഖാവ് അഭിമന്യു 2018 കൊല ചെയ്യപ്പെടുന്നത് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെ, പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീവ്രവാദ കൂട്ടങ്ങളുടെ ആക്രമണത്തിൻ്റെ ഭാഗമായിട്ടാണ്. മഹാരാജാസ് ക്യാമ്പസിനകത്ത് സമയത്ത് തൊട്ട് പിറ്റേ ദിവസം 1ാം വർഷ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്ത് കടന്നു വരാൻ വേണ്ടി പോകുന്നു. മറ്റെല്ലാ ക്യാമ്പസുകളിലും എന്നതുപോലെ മറ്റെല്ലാ വിദ്യാർത്ഥി സംഘടനകളും ചെയ്യുന്നത് പോലെ ആ ക്യാമ്പസിൽ നവാഗതരെ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി മറ്റു പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഒരു കൂട്ടം തീവ്രവാദികൾ കടന്നു വന്ന് അഭിമന്യുവിനെ കൊലപ്പെടുത്തുന്നത്. ആ നിഷ്ഠൂരമായ കൊലപാതകത്തിനെതിരെ നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഈ നാട്ടിലെ മതനിരപേക്ഷവാദികളായ, മനസാക്ഷി അവശേഷിക്കുന്ന മുഴുവൻ മനുഷ്യരും. ഇത് പോപ്പുലർ ഫ്രണ്ടുകാർ പോലും ആ കൊലപാതകത്തിന് പറയാത്ത വണ്ണമുള്ള ന്യായീകരണം ഈ ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന ഒരു സംഘപരിവാറുകാരനായ RV ബാബു പറയുന്നിടത്ത് ഏത് വിധത്തിൽ മലീമസമായ മനസ്സാണ് ഇദ്ദേഹത്തിൻ്റെത് എന്ന് ബോധ്യപ്പെടും. അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലഹരി വ്യാപനം അടക്കമുള്ള കാര്യങ്ങളാണ്. ഈ ഫ്രീ സെക്സ് തുടങ്ങിയ കാര്യങ്ങളെ ആ പരാമർശങ്ങളെ വിമർശിക്കേണ്ടതാണ്. അത് ലീഗിന്റെ ഭാഗത്തുനിന്ന് മുൻപ് അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായപ്പോഴും വലിയ തോതിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ക്യാമ്പസുകളിലേക്ക് ലഹരി മരുന്ന് അടക്കമുള്ള വ്യാപനം ഉണ്ടാകുന്ന അധ്യാപകർക്ക് കുഴിവെട്ടി വെച്ച്, അവർക്ക് ശവമഞ്ചമൊരുക്കി വെച്ച്, അവരുടെ മുഖത്തടിച്ച്, അവരെ ഉപരോധിച്ച്, അവർക്കെതിരെ അസഭ്യം വിളിച്ചു പറഞ്ഞ് അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും മറ്റും അരങ്ങേറുന്ന ഒരിടത്ത് അധ്യാപകരെ ബഹുമാനിക്കേണ്ടവരാണെന്ന് കുറച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമം എന്നാണ് അതിനെ വിശദീകരിക്കുന്നത്. ഇല്ല മാധു, നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടായ പല ഒറ്റപ്പെട്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട്
ചർച്ച നടത്തിയിട്ടുണ്ട്. അത് പല വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും പല ഘട്ടത്തിലും ഈ പറഞ്ഞ പോലെ പൊതുസമൂഹത്തിൽ അംഗീകരിക്കാൻ വേണ്ടി കഴിയാത്ത ഇടപെടലുകൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ അതിനെ ആ നിലയ്ക്ക് ചർച്ച ചെയ്യുകയും ആ നിലയ്ക്ക് തിരുത്തൽ വരുത്തുന്നതിന് വേണ്ടി നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ വിദ്യാർത്ഥി സംഘടനകളും പല ഘട്ടത്തിലും തയ്യാറായിട്ടുണ്ട്. ഇവിടെ അതല്ല, നമുക്കറിയാം നമ്മുടെ സമൂഹത്തിനകത്ത് പലയിടങ്ങളിലും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ളവയുടെ വ്യാപനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് വിവരങ്ങൾ, വാർത്തകൾ, അനുഭവങ്ങളൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. ഇദ്ദേഹം സൂചിപ്പിച്ചത് എന്ത് വസ്തുതയുടെ അടിസ്ഥാനത്തിൽ, എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാത്രമാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇതിൻ്റെയൊക്കെ ഹബ്ബാണ് എന്ന് സ്ഥാപിക്കുന്ന എന്ത് വിവരമാണ് ഇദ്ദേഹത്തിന് ലഭ്യമായിട്ടുള്ളത്? പല ഇടങ്ങളിലും അത്തരത്തിലുള്ള മാഫിയ സംഘങ്ങൾ പല ഘട്ടത്തിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ പറഞ്ഞ പോലെ മയക്കുമരുന്ന് വിപണനത്തിന്റെ കേന്ദ്രമാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ അതിനെ പ്രതിരോധിച്ചു പരാജയപ്പെടുത്തിയ നാടാണ് നമ്മുടെ നാട്. അതിനകത്ത് ഈ പൊതുസമൂഹം, മാധ്യമങ്ങൾ, ഈ നാടിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ, യുവജന സംഘടനകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അടക്കം ഈ നാട് ഒന്നടങ്കം നിന്നുകൊണ്ട് ആ വിപത്തിനെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇവര് സ്ഥാപിക്കാൻ ശ്രമിക്കുക കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ആകെ മയക്കുമരുന്നാണ്, ആകെ ഈ പറഞ്ഞ പോലെ ഡ്രഗ്സ് ആണ്, ആകെ ഈ പറയുന്ന ഫ്രീ സെക്സ് ആണ്. ഇതൊക്കെ എന്ത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വർത്തമാനം പറയുന്നത്? അവരെ നയിച്ചുകൊണ്ടിരിക്കുന്ന അളിഞ്ഞ രാഷ്ട്രീയം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു വസ്തുതയും ഇല്ലാത്ത വർത്തമാനം അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബന്ധപ്പെട്ട് ഞാൻ ശരി, ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ സന്ദീപ് വാര്യർ, കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ശ്രീ ആർ വി ബാബുവിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ, വിദ്യാലയങ്ങളിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, അധ്യാപകരെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, വിദ്യാർത്ഥികളെ എങ്ങനെ അഭിസംബോധന ചെയ്യണം, വിദ്യാലയങ്ങളിലെ പഠന സമയത്ത് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, സിലബസിൽ എന്തുണ്ട്, എന്തൊക്കെ അതിന് പുറത്ത് പഠിപ്പിക്കാം, എന്തൊക്കെ കാര്യങ്ങൾ സിലബസിന് പുറത്ത് പരിശീലിപ്പിക്കാം, തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നിഷ്കർഷയുണ്ട്, മാനദണ്ഡങ്ങളുണ്ട്, രീതികളുണ്ട്, എല്ലാം ഉണ്ട്. അതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുമുള്ളതാണ്, എഴുതി വെക്കപ്പെട്ടിട്ടുമുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ വിദ്യാപീഠം അടക്കമുള്ളവർ പറയുന്നത് 10-40 വർഷമായി ഞങ്ങളുടെ സ്കൂളുകളിൽ ഇത് ചെയ്യാറുണ്ട്, ഇത് ഇപ്പോൾ കുറച്ച് വിപുലമായി ചെയ്തു എന്നുള്ളത് മാത്രമാണ്. അതിൽ വിവാദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് തുടങ്ങിയതാണ് ആരോപണം. എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ഇത് വേണമെന്നാണോ വേണ്ട എന്നാണോ? അല്ല, ഒന്ന് ഇക്കാര്യത്തിൽ സംഘപരിവാറുകാർ കേരളത്തിൽ ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ്. ആ പാരലൽ വേൾഡിൽ അവർ ചിന്തിക്കുന്നത് മോദി ഭരണത്തിൽ വന്ന ശേഷം ഇതൊരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾക്ക് സൗകര്യമുള്ളതുപോലെ, ഞങ്ങൾക്ക് സൗകര്യമുള്ള ചടങ്ങുകൾ, ഞങ്ങളുടേതായിട്ടുള്ള രീതികൾ ഇവിടെ നടത്തും, നിങ്ങളാരാണ് ചോദിക്കാൻ എന്നുള്ളതാണ്. അവർ മനസ്സിലാക്കേണ്ടത് ഏത് സാഹചര്യത്തിലും ഇന്ത്യ ഭരണഘടനാപരമായി ഒരു മതേതര രാജ്യമാണ്, മതനിരപേക്ഷ രാജ്യമാണ്. അവിടെ പാലിക്കേണ്ട ചില പഥ്യങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിങ്ങൾ ആര് നടത്തിക്കോട്ടെ, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പാലിക്കേണ്ട ചില മതേതര പഥ്യങ്ങളുണ്ട്. അത് തുല്യതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം, അതല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. അവിടെ ഇത്തരത്തിലുള്ള മതപരമായ ചടങ്ങുകൾ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനോട് യാതൊരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. മതേതരമായ ചടങ്ങാണ് എന്നുള്ളതാണ് അതിന്റെ സംഘാടകർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, മതേതരമായ ചടങ്ങാണ്, അത് ആർഷഭാരത സംസ്കാരത്തിൻ്റെതാണ്, മതത്തിൻ്റെതല്ല എന്ന്. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ എല്ലാ ഹിന്ദു ആഘോഷങ്ങളെയും മതേതര ആഘോഷങ്ങൾ എന്ന് പറയുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള ഒബ്ജക്ഷനുമായിട്ട് വരുന്നത് ഇതേ സംഘപരിവാറുകാരാണ്. ഇവിടെ വാസ്തവത്തിൽ ഒരുപക്ഷെ സംഘപരിവാർ പോലും എതിർത്തിട്ടുള്ള തൂക്കം പോലെ അതല്ലെങ്കിൽ മാടസ്നാന പോലെയുള്ള മറ്റൊരു അനാചാരമാണിത്. ആ അനാചാരം വിദ്യാലയങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ നമുക്കതിനോട് യോജിക്കാൻ കഴിയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ, ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇനി കാല് കഴുകുക അതല്ലെങ്കിൽ പാദപൂജ ചെയ്യുക, അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കത് വീടുകളിൽ ചെയ്യാം, വേണ്ട അവർക്ക് ആശ്രമങ്ങളിൽ ചെയ്യാം, വേണ്ട അവർ RSSന്റെ കാര്യാലയത്തിൽ ചെയ്തോട്ടെ. പക്ഷെ വിദ്യാലയത്തിൽ അത് നിങ്ങൾ നടത്തുന്നതായാലും ആര് നടത്തുന്നതായാലും വിദ്യാലയങ്ങളിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ കൊണ്ട് അവരുടെ താല്പര്യമില്ലാതെ പാദപൂജ ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾക്കുള്ളിൽ ഒരു കീഴാള ബോധം വളരുകയാണ് ചെയ്യുന്നത്, കുട്ടികൾക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളരുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താ, അദ്ദേഹം ഈ പടർപ്പി തല്ലിയായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ സ്കൂളുകളിൽ വിദ്യാലയങ്ങളിലൊക്കെ മയക്കുമരുന്നാണ്, അതല്ലെങ്കിൽ ലൈംഗിക അരാജകത്വമാണ്, ഈ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, പാദപൂജ ചെയ്തത് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ ലഹരി ഇല്ലാതാവുന്നത്? പാദപൂജ ചെയ്തത് കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ വിദ്യാലയങ്ങളിൽ അദ്ദേഹം ആരോപിക്കുന്ന ലൈംഗിക അരാജകത്വം ഇല്ലാതാവുന്നത്? അതില്ലാതാവണമെങ്കിൽ സയന്റിഫിക് ടെമ്പർമെന്റ് വളരണം.
കുട്ടികൾക്കുള്ളിൽ ശാസ്ത്രാവബോധം ഉണ്ടാവണം. നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വമാണത്. നമ്മുടെ രാജ്യം സ്വതന്ത്രമായത് മുതൽ മുന്നോട്ട് പോയിട്ടുള്ളത് സയന്റിഫിക് ടെമ്പർമെന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. നമ്മുടെ സമൂഹത്തെ നിങ്ങൾ പതിറ്റാണ്ടുകൾ അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പിറകോട്ട് നടത്താനല്ല പരിശ്രമിക്കേണ്ടത്. ഈ രാജ്യം നമ്മുടെ രാജ്യം മുന്നോട്ടാണ് പോകേണ്ടത്. ആ രാജ്യം പോകാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ദിവസം SFI അടക്കമുള്ള ഇടത് സംഘടനകൾ അർലേക്കറിനെതിരെ, ബഹുമാനപ്പെട്ട ഗവർണർക്കെതിരെ സർവകലാശാല ആസ്ഥാനത്ത് സമരം നടത്തുകയുണ്ടായി. അന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞത് യാതൊരു ആവശ്യവുമില്ലാത്ത കാര്യത്തിലാണ് സർവകലാശാലകളെ പ്രക്ഷുബ്ധതയുടെ വേദിയാക്കുന്നത് എന്നുള്ളതാണ്. ഇതേ ഗവർണർ പാദപൂജയെ പിന്തുണച്ചുകൊണ്ട് ആർഷഭാരത സംസ്കാരം അറിഞ്ഞു വേണം, പഠിച്ചു വേണം വിദ്യാർത്ഥികൾ വളരാൻ എന്ന് പറയുന്നു. അതായത് ഏതൊക്കെ ആശയങ്ങളെയാണ് വിദ്യാലയങ്ങളിലേക്ക്, സർവകലാശാലകളിലേക്ക്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് കോൺഗ്രസ് തിരിച്ചറിയാൻ വൈകിയതാണോ? അല്ല, ഗവർണർക്കെതിരെ സമരം ചെയ്യണമെങ്കിൽ രാജ്ഭവന്റെ മുന്നിൽ പോയി സമരം ചെയ്യട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അവിടെ മാധു അതിനിടയ്ക്ക് SFI സമരത്തെ വെള്ളപൂച്ചാനൊന്നും വരണ്ട. പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെ പിൻബലത്തോടു കൂടി സർവകലാശാലയിൽ കാണിച്ചിട്ടുള്ള സമര ആഭാസത്തോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. ഗവർണർ പുലർത്തുന്ന RSSകാരൻ എന്ന രീതിയിൽ ഗവർണർ നടത്തുന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് അശേഷം യോജിപ്പില്ല. ഞങ്ങളതിനെ ശക്തമായിട്ട് എതിർക്കും. ഇവിടെ ഈ ഇന്ത്യ മഹാരാജ്യത്ത് RSSനെയും BJPയും എതിർക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടാണ് CPM അടക്കമുള്ള പാർട്ടികൾ ഈ രാജ്യത്ത് ഞങ്ങളുടെ ഈ രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന RSSനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരാണ് CPMകാർ. അതുകൊണ്ട് ഞങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ആ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച ഒരു ചോദ്യം നിങ്ങൾ ഉന്നയിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഗവർണർ അല്ല, ആരായാലും ഭരണഘടനാ വിരുദ്ധമായി നടപ്പിലാകുന്ന കാര്യമല്ലല്ലോ. അതായത് അങ്ങ് പറയുന്നത് ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധമുണ്ടാകണമെങ്കിൽ രാജ്ഭവനിലേക്ക് വേണം. രാജ്ഭവനിലെ പരിപാടിയുമായി ബന്ധപ്പെട്ടല്ല, ചാൻസലർ എന്ന നിലയ്ക്ക് ഗവർണർ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. സർവകലാശാല സെനറ്റ് ഹാളിൽ നടന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണ് ആ വിവാദങ്ങളുടെ തുടക്കം. അപ്പൊ അവിടേക്കല്ലേ സമരം നടത്തുക? അല്ല, അത് എവിടേക്ക് നടത്തണം എന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. അവര് തീരുമാനിക്കട്ടെ എന്നല്ല അങ്ങ് പറഞ്ഞത്. രാജ്ഭവനിൽ പോയി വേണമെങ്കിൽ സമരം ചെയ്യണം പറഞ്ഞത്. അല്ല, ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞു. അവരുടെ സമരം അവർ ചെയ്തു. ഞങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗവർണർക്കെതിരെയുള്ള സമരം രാജ്ഭവനുമായി കേന്ദ്രീകരിച്ച് നടത്തണം. 1. 2, ഇതേ ഗവർണറോട് ചേർന്ന്, ഈ ഗവർണറും മുഖ്യമന്ത്രിയും ഒക്കെ ചങ്ങായിമാരല്ലേ? ഈ ഗവർണർ വിളിച്ച പ്രഭാത ഭക്ഷണത്തിനല്ലേ നിർമ്മലാ സീതാരാമനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഒക്കെ ഒരുമിച്ചിരുന്നത്? രണ്ടുപേരെയും മീഡിയേറ്റ് ചെയ്ത ഗവർണറല്ലേ? ഇദ്ദേഹം വന്നപ്പോൾ സ്വീകരിച്ച് ആനയിച്ച് കൊട്ടിക്കൊഴിച്ച് നടന്നതല്ലേ? അന്നേ കോൺഗ്രസ് പറഞ്ഞതല്ലേ? അപ്പൊ RSSകാരനെ കൊട്ടിക്കൊഴിച്ച് എഴുന്നള്ളിച്ച് കൊണ്ടു നടന്ന ആളുകൾ ഇപ്പൊ സമരം ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ആരോഗ്യ മേഖലയിൽ കേരളം നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടി നടത്തുന്ന അഭ്യാസമാണ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, കാരണം വിഷയം വഴിതെറ്റിപ്പോകും. ഞാൻ അതിലേക്ക് പോകുന്നത് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്നെ നിങ്ങളെ വഴിതെറ്റിക്കല് വിഷയം വഴിതെറ്റിച്ചുകൊണ്ടുപോലെ. ഇത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? നമ്മുടെ രാജ്യം സയന്റിഫിക് ടെമ്പർമെന്റ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ട കാലമാണ്. ഇവിടെ RV ബാബു അടക്കമുള്ള ആളുകൾ ഈ അനാചാരങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതും അനാചാരമായിട്ട് കണക്കാക്കണം. ഇത് 2025 ഇതുവരെ ഞങ്ങൾ ഇത് തുടർന്ന് പോകുന്നു കരുതി ഇതിനി നിർത്താൻ പാടില്ല എന്നുണ്ടോ? ഇത് നിർത്തണം. ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെ കുട്ടികളെ ഒരു കീഴാള ബോധത്തോടുകൂടി നമ്മുടെ വിദ്യാലയങ്ങൾ വളർത്തേണ്ടതില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഒറ്റ കാര്യം ചോദിക്കണം. അദ്ദേഹം പറഞ്ഞ 1-2 കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് BJP ജില്ലാ സെക്രട്ടറി കാല് കഴിക്കുന്നത്? BJPയുടെ ജില്ലാ സെക്രട്ടറി ആരാ? ഗുരുവാണോ? BJPയുടെ ജില്ലാ സെക്രട്ടറി, അഡ്വക്കേറ്റ് ആയിട്ടുള്ള BJPയുടെ ജില്ലാ സെക്രട്ടറിയുടെ കാല് കഴുകിയാൽ ഏത് തരത്തിലുള്ള ഗുരുത്വമാണ് കുട്ടികൾക്ക് ലഭിക്കാൻ പോകുന്നത്? അപ്പൊ മനസ്സിലാകുന്നില്ലല്ലോ ആ കാര്യങ്ങളൊന്നും. അപ്പൊ ഇതൊന്നും, ഇത് RSSന്റെ ഐഡിയോളജി ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുന്ന കേന്ദ്രങ്ങളായിട്ടാണ് ഈ വിദ്യാലയങ്ങൾ പ്രവർത്തിക്കുന്നത്. അതെനിക്ക് നേരിട്ടറിയുന്ന കാര്യമാണ്. ഞാനും ഇത്തരം ഒരു വിദ്യാലയത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന ആളാണ്. അപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയാം RSSന്റെ ഐഡിയോളജിക്കൽ പ്ലോട്ടാണിത്. ആ ഐഡിയോളജിക്കൽ പ്ലോട്ടിന്റെ ഭാഗമായിട്ട് ഈ നാട്ടിലെ മുഴുവൻ കുട്ടികൾക്കും RSSന്റെ പ്രത്യയശാസ്ത്രത്തോട് താല്പര്യം തോന്നുന്ന രീതിയിലേക്ക് ഈ സ്കൂളുകളിലൂടെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്തിട്ട് കുട്ടികളെ കൊണ്ടുവരികയാണ്. ഇതാണ് സത്യം എന്ന് പറയുന്നത്. ബന്ദുടുക്ക സരസ്വതി വിദ്യാലയത്തിന്റെ രക്ഷാധികാരിയായ അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ കൂടി നമ്മളോടൊപ്പം. അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, നമ്മൾ വിദ്യാർത്ഥികളിലേക്ക് വിദ്യ സന്നിവേശിപ്പിച്ചു കൊടുക്കുന്ന ഒരു വലിയ പ്രക്രിയയാണ് വിദ്യാലയങ്ങളിൽ നടക്കുന്നത്. അവർക്ക് മുന്നോട്ട് പോകാനുള്ള, സ്വയം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള വെളിച്ചം പകർന്നു നൽകുക എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ ഏറ്റവും മികച്ച മാതൃക എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ശ്രീ RV ബാബു പറഞ്ഞു, മാതാപിതാ ഗുരു ദൈവം, ദൈവത്തെക്കാൾ വലുതായി മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ഒക്കെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ആനുകാലികമായ പലതരം വാർത്തകളുണ്ട്. നമ്മൾ ദൈവത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാറില്ല, അല്ലേ? പക്ഷെ നമ്മൾ അധ്യാപകർ ഒരു കാര്യം ചോദിക്കുമ്പോൾ നമ്മൾ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ വളരുന്നത്. ഈ അധ്യാപകരെ നമ്മുടെ വിശ്വാസത്തെക്കാൾ മുകളിൽ പ്രതിഷ്ഠിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ സയന്റിഫിക് എന്തൂസിയാസത്തിന്, കുഞ്ഞുങ്ങളുടെ ശാസ്ത്ര കൗതുകത്തിന് ഒക്കെ നമ്മൾ അതിനുള്ള വഴിയും വെളിച്ചവും അടച്ചു കളയുകയല്ലേ?
അതൊരു വലിയ തെറ്റിദ്ധാരണ വന്ന രീതിയിലാണ് തോന്നുന്നത്. കാരണം നിലവിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കാൻ തോന്നുന്നല്ലേ, കേൾക്കാം നിലവിൽ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ, അധ്യാപകരെ പൂജിക്കുന്ന ഒരു ചടങ്ങ് അവിടെ നടന്നിട്ടില്ല. അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങല്ല നമ്മുടെ സ്കൂളിൽ നടത്തിയത്. ആ പ്രദേശത്തെ ഒരു വലിയ മലയോര മേഖലയാണ്. ആ പ്രദേശത്ത് നിരവധി വർഷങ്ങളായിട്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ രീതിയിൽ കുട്ടികൾക്ക് സമൂഹത്തിന് വെളിച്ചം പകർന്നു നൽകിയ, തങ്ങളുടെ ജീവിതം മുഴുവൻ സമൂഹത്തിന്, സമാജത്തിന്, കുട്ടികൾക്ക് വേണ്ടി സമർപ്പിച്ച, മാതൃകാപരമായി ജീവിക്കുന്ന അധ്യാപകരെ കണ്ടെത്തി സ്കൂളിൽ കൊണ്ടുവന്ന് ആദരിക്കുന്ന ചടങ്ങാണ് അവിടെ നടന്നത്. അല്ലാതെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പൂജിക്കണമെന്ന് ഒരു കുട്ടിയെയും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ പരിപാടി നിർബന്ധപൂർവ്വം ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടില്ല. അവിടുത്തെ മുഴുവൻ കുട്ടികളെ കൊണ്ടും ഈ ചടങ്ങ് നടത്തിയിട്ടുമില്ല. പ്രതീകാത്മകമായിട്ട് കുറച്ച് കുട്ടികൾ ചെയ്തു. അതേപോലെ തന്നെ പാദസേവയോ പാദപൂജയോ പാദം കഴുകലോ ഒന്നും ഈ വിദ്യാലയത്തിൽ നടന്നിട്ടില്ല. മതേതരമായിട്ടുള്ള, പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്ന മതേതരം എന്ന് പറയുന്നത് വരുന്നയാളുകളുടെ മതം നോക്കാതെ കണ്ട് എല്ലാവരെയും ആദരിക്കുക എന്നുള്ളതാണ്. അതാണ് സത്യത്തിൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നടന്നിട്ടുള്ളത്. അതില് മുസ്ലിം അധ്യാപകരുണ്ട്, ക്രിസ്ത്യൻ അധ്യാപകരുണ്ട്, ഹിന്ദു അധ്യാപകരുണ്ട്, എല്ലാ സമുദായങ്ങളിൽപ്പെട്ട അധ്യാപകരുണ്ട്. പക്ഷെ ഇവരെല്ലാം ജാതിയോ മതം നോക്കിയിട്ടല്ല ഞങ്ങൾ വിളിച്ചത്. ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന മതേതരത്വം. അതുകൊണ്ട് അവിടെ നടന്നത് ഒരു മതപരമായ ചടങ്ങല്ല. അതേപോലെ കുട്ടികളെ കൊണ്ട് നിർബന്ധമായി പാദസേവ ചെയ്യിപ്പിക്കുക, പാദപൂജ ചെയ്യിപ്പിക്കുക ചടങ്ങല്ല. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ പൂജിപ്പിക്കുകയോ ആദരിക്കുകയോ ചെയ്യുന്ന ഒരു ചടങ്ങും അല്ല ആ സ്കൂളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. അഡ്വക്കേറ്റ് കരുണാകരൻ നമ്പ്യാർ, അവിടെയുള്ള അധ്യാപകരെ അല്ല, അതിനു മുൻപ് അവിടെ പഠിപ്പിച്ചു പോയ റിട്ടയർ ചെയ്ത മുതിർന്ന അധ്യാപകരെയാണ് അവിടെ ആ പരിപാടിയുടെ ഭാഗമായി ആദരിച്ചത് എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന. നമ്മുടെ 2 ദിവസമായില്ലേ ഈ വിഷയങ്ങൾ പല തരങ്ങളിൽ കാണുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷെ അവരെ അങ്ങനെ നമ്മൾ വിളിച്ചു വരുത്താൻ കാരണം അവർ ഗുരു എന്നുള്ളതാണ്. അധ്യാപകൻ എന്ന പ്രൊഫൈൽ ഇപ്പോൾ കൈയാളുകയോ അല്ലെങ്കിൽ ഇതിനു മുൻപ് കൈയാളുകയോ ചെയ്തിട്ടുള്ളതാണ്. പലയിടങ്ങളിൽ നേരത്തെ പറഞ്ഞതുപോലെ BJPയുടെ ജില്ലാ നേതാവിനെയൊക്കെ വിളിച്ചു എന്ന് പറയുന്നത് അത് അവിടെയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങയോട് ആ കാര്യം ചോദിക്കുന്നുമില്ല. പക്ഷെ പൊതു എന്ന നിലയ്ക്ക് അത് പറയുകയും ചെയ്യാം. അങ്ങ് അതിന് മറുപടി പറയണ്ട. അപ്പോഴും അധ്യാപകരെയാണ്. ഈ അധ്യാപകരെ എന്ന് പറയുമ്പോൾ അതേ അധ്യാപകരെ എന്നുള്ളതല്ലല്ലോ അല്ലേ? അതായത് വ്യാസപൂർണിമ ദിവസം നമ്മൾ ഗുരു എന്ന സങ്കല്പത്തെ, ആ സങ്കല്പത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്കാണ് അവരെ അവിടെ വിളിച്ചിരുത്തിയിരിക്കുന്നത്. ആ സങ്കല്പത്തെ തത്സമയം പ്രതിനിധാനം ചെയ്യുന്നവരാണ് ആ കുട്ടികളെ അക്ഷരം പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന അധ്യാപകർ. അപ്പോൾ അവരെയും ഇങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്ന നിലയ്ക്ക് തന്നെയാണ് ആ ആശയം വിനിമയം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മുൻപ് പഠിപ്പിച്ച അധ്യാപകരെ മാത്രം പൂജിച്ചതാണ് എന്ന് പറയുമല്ലോ. പിന്നെ പാദപൂജ നടന്നില്ല എന്ന് പറയുമ്പോൾ മറ്റെന്താണ് നടന്നത്? അധ്യാപകരുടെ കാല് തൊട്ട് വന്നിക്കുക, അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ സ്കൂളിൽ വർഷങ്ങളായിട്ട് നടത്തുന്നു. ഇത്രയും കാലം ഇത് ചെയ്ത കുട്ടികൾ ആരും തന്നെ ഈ സംഘടനയുടെയോ ആദർശത്തിന്റെയോ ഹിന്ദുത്വത്തിന്റെയോ ഒന്നും പാദസേവകരായി മാറിയ അനുഭവമൊന്നുമില്ല. അങ്ങനെ ഒരു പരാതി ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ അവിടെ അധ്യാപകരെന്ന് പറയുമ്പോൾ ഈ ഗുരുക്കന്മാരെന്ന് പറയുന്നത് അധ്യാപകർ മാത്രമല്ലല്ലോ. ഗുരുക്കന്മാരെന്ന് പറയുന്നത് മതങ്ങൾക്ക്, ഏത് മതത്തിനാ ഗുരുക്കളില്ലാത്തത്? ഏത് സമുദായത്തിനാ ഗുരുക്കന്മാരില്ലാത്തത്? മഠങ്ങൾക്ക് ഗുരുക്കളുണ്ട്, ആശ്രമങ്ങൾക്ക് ഗുരുണ്ട്, മതങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ട്, സമുദായങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ട്, യോഗയ്ക്ക് ഗുരുക്കന്മാരുണ്ട്, ആയുർവേദത്തിന് ഗുരുക്കന്മാരുണ്ട്. ഒക്കെയുള്ള ഗുരുക്കന്മാരെ വിളിച്ച് ആദരിക്കാനുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനുള്ള ഇടമോ വിദ്യാർത്ഥികളെ അങ്ങനെ ഇരുത്തി അതിന്റെ ഭാഗമാക്കാനുള്ള ഇടമോ അല്ല സ്കൂളുകൾ എന്നുള്ളത് കൊണ്ടാണ് ഈ വിമർശനം ഉണ്ടായിരിക്കുന്നത്. അങ്ങ് പറഞ്ഞു ഒന്ന് കൈകൊണ്ട് തൊഴുക മാത്രമാണ് ചെയ്തതെന്ന്. നമ്മളൊക്കെ പലയിടങ്ങളിൽ അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അവിടെ പൂക്കൾ അർപ്പിക്കുന്നുണ്ട്, അവിടെ തീർത്ഥം തെളിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ദൃശ്യങ്ങളായി കേരളം മുഴുവൻ കണ്ടതാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചില്ല എന്ന് അങ്ങ് പറയരുതേ. കള്ളം പറയുകയാണെന്ന് വിചാരിക്കും. ഇല്ല, കള്ളം പറയാം, വെല്ലുവിളിക്കാണ്. ഏതെങ്കിലും കുട്ടി അങ്ങനെ ഒരു അധ്യാപകന്റെ അല്ലെങ്കിൽ വിരമിച്ച അധ്യാപകന്റെ പാദം കഴുകിയ ചിത്രം ഞാൻ പറഞ്ഞില്ല. പൂക്കൾ അർപ്പിച്ചിട്ടില്ലേ? പൂക്കൾ അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുഷ്പം അർപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞപ്പോൾ തൊട്ടു തൊഴുതു എന്ന് മാത്രം പറയുകയാണ് ചെയ്തത്. ചെയ്ത കാര്യം പറയുന്നത് എന്താണ് ബുദ്ധിമുട്ട്? ഞാൻ പറയാത്ത കാര്യം പറയാൻ അങ്ങേക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ പാദം കഴുകിയെന്ന് പറഞ്ഞില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നങ്ങ് പറയുന്നുണ്ട്. അവിടെ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്, അത് പാദപൂജയുടെ ഭാഗമാണ്. പക്ഷെ അങ്ങ് പറയുന്നു അങ്ങ് പറയാതിരിക്കുന്നു. അല്ല, എനിക്ക് കള്ളം പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഞങ്ങൾ ഇതിൽ ഒളിച്ചോടുന്ന കള്ളം പറഞ്ഞു എന്ന് ആളുകൾ വിചാരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. വിചാരിച്ചത് അത് ആളുകൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. മാത്രമല്ല സമൂഹം എന്താണോ ആഗ്രഹിക്കുന്നത്, സമൂഹം ഇഷ്ടപ്പെടുന്നത്, അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾ ഈ നടത്തിയ സ്കൂളിന്റെ പരിസരത്ത് ഇന്നും
ഇന്നും ഇതിന് ഞങ്ങൾ അനുമോദിച്ചുകൊണ്ട് ധാരാളം ആളുകൾ സ്കൂൾ സന്ദർശിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ട ആത്മവിശ്വാസം പകർന്നു നൽകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം ചർച്ചകളിലൊന്നും തന്നെ സമൂഹം പരിഭ്രാന്തരാകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, അല്ല, നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ ഏത് ആശയത്തെ പിന്തുണച്ചാലും ആ ആശയത്തെ പിന്തുണയ്ക്കുന്ന എല്ലാവരും നമുക്ക് നമ്മുടെ പക്ഷം ചേർന്ന് നിൽക്കും. നമ്മൾ അങ്ങനെ പല പക്ഷങ്ങളിൽ ജീവിക്കുന്ന സമൂഹവുമാണ്. പക്ഷെ ആ പക്ഷങ്ങൾക്കപ്പുറത്ത് ഒരു പൊതു താല്പര്യം എന്ന നിലയ്ക്കുള്ള ചർച്ചകൾ ഉണ്ടാവണം. അതിൽ ഏത് ഭാഗമാണ് നിൽക്കേണ്ടതെന്ന് അപ്പോഴും തിരഞ്ഞെടുപ്പ് ജനങ്ങളുടേത് തന്നെയാണ്. ചർച്ചകൾ ഉണ്ടാകുമെന്നേ ഉള്ളൂ. അത് ഏതെങ്കിലും തരത്തിൽ അവമതിപ്പ് കാണിക്കാനോ ഇന്ന ആളുകളാണെന്ന് ചാപ്പകുത്താനോ ഒന്നും ആയിരിക്കരുത് എന്നുള്ളതാണ് ഓരോ ദിവസത്തെയും പ്രതീക്ഷയും എന്ന് പറയുന്നത്. ശ്രീ കരുണാകരൻ നമ്പ്യാർ, ചർച്ചകളൊക്കെ നല്ലത് തന്നെയാണ്. നിർബന്ധിച്ച് ഞങ്ങൾ അഡ്മിഷൻ നടത്തുന്ന സ്കൂളല്ല. മറ്റ് ധാരാളം സൗകര്യങ്ങളുള്ള സ്കൂളുകളുള്ള പരിസരത്താണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. സ്വമേധയാ കുട്ടികളെ രക്ഷിതാക്കൾ കൊണ്ടുവന്ന് ചേർക്കുന്ന സ്കൂളാണ്. മറ്റൊന്ന്, ഒളിച്ചോടേണ്ട കാര്യമില്ലെന്ന് പറയാനാണ്. അതേപോലെ നിലവിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ ആദരിക്കുന്നതിലും ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. ശരി, അല്ല, അങ്ങനെ സ്വമേധയാ ചേർക്കുന്നതല്ല എങ്കിലും നമുക്ക് പലതരത്തിലുള്ള സാംസ്കാരിക ആശയ പ്രചരണം ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സംസ്ഥാനത്ത് ഒരു സ്കൂൾ വിദ്യാഭ്യാസ പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നുണ്ടെങ്കിൽ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലാണ്. ആ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഡയറക്ഷൻസ് മുഴുവൻ എല്ലാ വിദ്യാലയങ്ങൾക്കും ബാധകമാണ്. ആ നിലയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ തരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകളിൽ നടക്കുന്ന ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഉണ്ടാകും എന്ന് ഞാനൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ശ്രീ ആർ വി ബാബു, ഇപ്പോൾ ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നടന്ന പാദപൂജ അല്ലെങ്കിൽ ഗുരുപൂജ എന്ന വിഷയത്തിനൊപ്പം തന്നെ ഇപ്പൊ നേരത്തെ ചോദിക്കുകയാണ് ശ്രീ സന്ദീപ് വാര്യർ, എന്തിനാണ് BJPയുടെ ജില്ലാ നേതാവിനെ ആ ഗുരുപൂജയുടെ ഭാഗമാക്കിയത്? അപ്പൊ അതിൽ നേരത്തെ പറഞ്ഞതുപോലെ മതേതരമാണ്, സാംസ്കാരികമാണ് എന്നതിനൊക്കെ അപ്പുറത്ത് രാഷ്ട്രീയം കൂടിയില്ലേ? അതോ കേരളത്തിൽ 300-ലേറെ സ്കൂളുകൾ വിദ്യാനികേതനുണ്ട്. ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ലയിൽ ഒരു സംഭവം ഉയർത്തി കാണിച്ചിട്ടാണ് ഈ BJPയുടെ ജില്ലാ സെക്രട്ടറിയെ പൂജിച്ചു എന്ന് പറയുന്നത്. BJPയുടെ ജില്ലാ സെക്രട്ടറി ആവുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം ആ സ്കൂളിൻ്റെ പ്രസിഡന്റാണ്. നമ്മുടെ നാട്ടിൽ ഗുരു എന്ന സങ്കല്പത്തിൽ പഠിപ്പിക്കുന്നവർ മാത്രമല്ല, സമൂഹത്തിലെ ആദരിക്കപ്പെടേണ്ട ആളുകളെയൊക്കെ വിളിച്ച് ആദരിക്കുകയും അവരെ പാദപൂജ ചെയ്യുകയോ ഗുരുപൂജ ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന സമ്പ്രദായം ഈ പറയുന്ന സ്കൂളുകളിലും ഈ സ്ഥാപനങ്ങൾക്കും ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആ സ്കൂളിൻ്റെ പ്രസിഡന്റാണ് ഈ പറയുന്ന അനൂപ്. അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ആ സ്കൂളിൻ്റെ പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ സ്കൂളിൻ്റെ ഒരു പ്രധാനപ്പെട്ട വക്താവാണ്. അപ്പോൾ ഈ ചടങ്ങ് നടന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായി. അതിൻ്റെ കൂട്ടത്തിൽ അദ്ദേഹത്തെയും ആദരിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. മുതിർന്നവരെ ആദരിക്കുക, ആരാധിക്കുക, അവരിൽ ആദരിക്കാനായിട്ട് കുട്ടികൾക്കൊരു സംസ്കാരം പകർന്നു കൊടുക്കുക എന്ന് പറയുന്നതിനെ ഇത്ര കണ്ട് വിമർശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ അടിസ്ഥാനപരമായി ഇപ്പോൾ മാധു ചോദിച്ചു, ഇത് മതേതരമായ ചടങ്ങാണോ, മതം ഇല്ലേ ഇതിനകത്തുനിന്ന്? നമ്മുടെ നാട്ടിൽ മതമോ സംസ്കാരമോ എന്ന് തിരിച്ചറിയാത്ത ഇത്തരത്തിൽ ഒരുപാട്, ഇപ്പൊ വിദ്യാരംഭം മതമാണോ സംസ്കാരമാണോ മാധു? വിദ്യാരംഭം നടത്തുന്നത് നമ്മൾ മതം നോക്കിയിട്ടാണോ? എത്രയോ സ്ഥാപനങ്ങൾ, ഈ പറയുന്ന നിങ്ങളടക്കമുള്ള സ്ഥാപനങ്ങൾ ഒരു മതചടങ്ങായിട്ടാണോ വിദ്യാരംഭത്തെ കാണുന്നത്? എന്നാൽ വിദ്യാരംഭത്തിന്റെ ചരിത്രമോ അതിന്റെ ഐതിഹ്യമോ നോക്കിയാൽ അതിന് മതവുമായിട്ട് ബന്ധമില്ലേ? അപ്പോൾ നമ്മുടെ നാട്ടിൽ ചില സംസ്കാരങ്ങൾ അത് രൂപപ്പെട്ട് അത് പൊതു സംസ്കാരമായിട്ട് മാറുകയാണ്. അല്ല, അവിടെ വിയോജിപ്പുണ്ട് ശ്രീ ആർ വി ബാബു. നമ്മൾ വിദ്യാരംഭ ചടങ്ങ് വിദ്യാലയങ്ങളിൽ ആചാരപരമായി നടത്താറില്ല. ഞാൻ ജനങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ മാധു, വിദ്യാരംഭം നമ്മൾ വിദ്യാലയങ്ങളിൽ ആചാരപരമായി നടത്താറില്ല. നമ്മൾ നാവിൽ പൊന്മോതിരം കൊണ്ട് ഹരിശ്രീ എഴുതിയിട്ടല്ല വിദ്യാരംഭം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്താറില്ല. ആര് പറഞ്ഞു? ആരാ പറഞ്ഞത്? ഓം ശ്രീ ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതിക്കൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ നടത്തുന്ന എത്രയോ വിദ്യാലയങ്ങളുണ്ട്. അല്ല, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അങ്ങനെ നടത്താറില്ല. ഞാനിതൊന്ന് പൂർത്തീകരിച്ചോട്ടെ. പൊതുവിദ്യാലയങ്ങളിലടക്കം വിദ്യാരംഭം എന്ന സങ്കല്പം തന്നെ എന്താണെന്ന്, വിദ്യാരംഭം എന്ന സങ്കല്പം എവിടെ നിന്നുണ്ടായതാ? അല്ല, അങ്ങ് പറയുന്നതിൽ വസ്തുതാപരമായ പിശകുണ്ട്. നിങ്ങളെ തർക്കത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. നമ്മൾ ജൂൺ 5-ാം തീയതിയോ 4-ാം തീയതിയോ 3-ാം തീയതിയോ ഒക്കെ അപ്പൊ അവിടെ നിൽക്കട്ടെ മാധു, ഞാനൊന്ന് പൂർത്തീകരിച്ചോട്ടെ മാധു. വിദ്യാർത്ഥികളുടെ ഔദ്യോഗികമായ അധ്യയന വർഷത്തിന്റെ ആരംഭം നടത്താറുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഹരിശ്രീ എഴുതിയിട്ടല്ല അത് നടത്താറ്. അത് നമ്മൾ നമ്മുടെ വീട്ടിലോ ആരാധനാലയങ്ങളിലോ നമുക്ക് ഇഷ്ടമുള്ള അങ്ങ് പറഞ്ഞതുപോലെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അല്ല, വിജയദശമി ദിവസം നമ്മുടെ രാജ്യത്ത് നിരവധി മതേതര സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന പത്രസ്ഥാപനങ്ങളടക്കം നിങ്ങളെ മാതൃഭൂമി നടത്താറില്ലേ? അല്ല, മാതൃഭൂമി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനമല്ലല്ലോ ശ്രീ ആർ വി ബാബു. അല്ലെന്ന്. അപ്പൊ ഞാൻ പൊതുവിദ്യാലയ മാതൃഭൂമി എന്താ മതസ്ഥാപനമാണോ? അല്ലല്ലോ.
അപ്പോൾ ഞാൻ പറയുന്നത് അത് ഇത് നോക്കൂ, ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന മാനേജ്മെന്റിന് സർക്കാരുമായി ഒരു ബന്ധവുമില്ല. ആ ദിവസം സർക്കാരുമായി ഒരു ബന്ധവുമില്ല. അതിലിപ്പോ പ്രതിപക്ഷത്തിനോ ഇടത് യുവജന സംഘടനകൾക്കോ അതിൽ ആക്ഷേപവുമില്ല. സർക്കാർ മതേതരമാണെന്ന് പറയുന്നു. മാധു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ മതേതരത്വത്തെ കുറിച്ച് പറയും. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച എന്തിനാണ് 2 മണിക്കൂർ അവധി കൊടുക്കുന്നത്? വെള്ളിയാഴ്ച എന്തിനാണ് ഉച്ചയ്ക്ക് 2 മണിക്കൂർ അവധി കൊടുക്കുന്നത്? എന്ത് മതേതരത്വമാണ് മധു? അല്ല, ഞാൻ ചോദിക്കട്ടെ, അതൊക്കെ നമ്മൾ നിയമത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള കാര്യത്തിൽ എഴുതി ബന്ധപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ചോദ്യം ചെയ്യാനുള്ള അവസരവും നൽകുന്നുണ്ട്. അങ്ങനെ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവസരം നിയമത്തിലുണ്ട്. ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി നടത്തുന്നു. അതിനെ നടത്തുന്നവരുടെ രാഷ്ട്രീയം എന്താണ്, നടത്തുന്നത് ആരാണ് എന്ന് നോക്കിയിട്ട് വിമർശിക്കുന്ന ഒരു തെറ്റായ കീഴ്വഴക്കം നിങ്ങൾ ഓണത്തിന്, ക്രിസ്മസിന്, വിഷുവിന്, പെരുന്നാളിന് ഒക്കെ അവധി നൽകുക, ഇടവേള നൽകുക തുടങ്ങിയ കാര്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ അധിക ഇന്റർവെല്ലും കൂടി നൽകിയിരിക്കുന്നത്. അവധി നൽകുന്നത് എല്ലാവർക്കും അവധി നൽകുന്നുണ്ട്. ഇടവേള എല്ലാവർക്കും നൽകുന്നില്ല. പക്ഷെ എല്ലാവരും പള്ളിയിൽ പോകണമെന്ന് പറയുന്നില്ല, എല്ലാവരും നിസ്കരിക്കണമെന്ന് പറയുന്നില്ല. അത് സ്കൂളിൽ വെച്ച് നടത്തുന്നില്ല, സ്കൂളിൽ ബാങ്ക് വിളിക്കുന്നില്ല. ഇടവേള മാത്രമാണ് കൊടുക്കുന്നത്. അത് ഓണത്തിനും വിഷുവിനും അടക്കമുണ്ടല്ലോ. ഈ പറയുന്ന ഗുരുപൂർണിമ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുണ്ടോ? ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും പഠിക്കുന്ന ഇടത്താണ് ആചാരപരമായ കാര്യം നടപ്പിലാക്കുന്നത്. അതൊരു സ്കൂളിനെ വേദിയാക്കിയിടത്താണ് ഈ വിമർശനം ഉണ്ടാകുന്നത്. അത് വിദ്യാഭ്യാസ സ്ഥാപനമാണ്, ആചാരപരമായ ഇടമല്ല. അത് ആചാരപരമായ വിദ്യാർത്ഥികളും ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ആ ഇടം എല്ലാ വിദ്യാർത്ഥികളുമാണ്. ആ ഇടം അത് വിദ്യാലയമാണെങ്കിൽ അത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എങ്കിൽ ആ വിദ്യാലയമാണ് 2 മണിക്കൂർ അവധി കൊടുക്കുന്നതെന്നേ. എന്താ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന സത്യം കേൾക്കുമ്പോ പൊള്ളും. എനിക്കൊരു പൊള്ളലും. കാരണം എന്താണെന്നറിയാമോ? ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് ചോദ്യം, ഇപ്പൊ ഇവിടെ വലിയ മതേതരത്വം ഒക്കെ പറയുന്ന ആരും തന്നെ 1.5 വയസ്സായ കുട്ടി അനസ്തേഷ്യ കൊടുത്ത് കൊല്ലപ്പെട്ടു. എന്തിന്റെ കാര്യത്തിലാ? ഇവിടെ ഒരു ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നത് കണ്ടില്ല. നമ്മുടെ നാട്ടില് 1.5 വയസ്സും 2 വയസ്സായ കുട്ടികൾക്ക് ചേലാകർമ്മം നടത്തിക്കൊണ്ട് അവരുടെ ബാലാവകാശത്തെ നിഷേധിക്കുന്ന ചടങ്ങുകൾ നാട് മുഴുവൻ നടക്കുക. എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ഇരിക്കുന്ന ഒരു കേമന്മാർക്കും തയ്യാറല്ല. എന്നിട്ട് അഭിമന്യുവിനെ കൊലപ്പെടുത്തിയതിന്റെ ന്യായീകരണം പറയുന്നു. അഭിമന്യുവിനെ കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരും തീവ്രവാദികളാണ്. അത് ഞങ്ങൾ ഒരിക്കലും ന്യായീകരിക്കുന്ന കാര്യമല്ല. പക്ഷേ ഈ അഭിമന്യുവിനെ സ്നേഹിക്കുന്ന ഈ സഖാവ് മനസ്സിലാക്കണം, അഭിമന്യുവിന്റെ കേസ് ഫയൽ എവിടെ പോയി? അഭിമന്യുവിന്റെ കേസ് ഫയൽ നഷ്ടപ്പെട്ടു മാഷേ. എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് കേസ് ഫയൽ ഉണ്ടാക്കുക. ഇത് ആരാ നഷ്ടപ്പെടുത്തിയത്? നിങ്ങൾക്ക് വല്ല ആത്മാർത്ഥയുണ്ടോ കേസിൽ? അഭിമന്യുവിന്റെ പ്രതിയെ പിടിച്ചതെന്നാണെന്നറിയാമോ? പ്രധാന പ്രതിയെ പിടിച്ചത് 2 വർഷം നിങ്ങളുടെ മൂക്കിന് താഴെ എറണാകുളത്ത് താമസിച്ച ആളാണ്. നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞിരുന്നോ 2 വർഷം? എന്നിട്ട് അഭിമന്യുവിന്റെ പേരിൽ വലിയ വീരവാദം അടിക്കുന്നോ? ഞാനിവിടെ പറഞ്ഞത് SFIയുടെ രാവണൻ കോട്ടകൾ വളരെ ആസൂത്രിതമായി ഈ അരാജകവാദം വളർത്താൻ ശ്രമിക്കുന്നു എന്നാണ്. എല്ലാ കുട്ടികളും മാഫിയകളാണെന്നോ എല്ലാ കുട്ടികളും ഈ മയക്കുമരുന്നിന് അടിമകളാണെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ കുട്ടികളെ എങ്ങനെ വളർത്തണം, അവരെ അധ്യാപകരെ അസഭ്യം പറയുന്നവരും അരാജകവാദികളായി, ഫ്രീ സെക്സ് വാദികളായി, ഇത് പറഞ്ഞത് കോളേജിന്റെ പ്രിൻസിപ്പളാണ് മാധു, ഞാൻ പറഞ്ഞതല്ല. ശരി. അപ്പോ SFIയുടെ രാക്ഷസ കോട്ടകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധമാണ് ഏത് എന്ന് ശ്രീ RV ബാബു തന്നെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞത് മതേതരമായ ചടങ്ങാണ്, അത് സംസ്കാരത്തിന്റെ ഭാഗമാണ് എന്നൊക്കെയാണ്. പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അവസാനം അത് SFIയുടെ രാക്ഷസ കോട്ടകൾക്കെതിരായ രാഷ്ട്രീയ പ്രതിരോധമാണ് എന്ന് പറഞ്ഞു പോകുന്നു. ശരി, ശ്രീ PM അശോക്, വെള്ളിയാഴ്ചത്തെ ഇടവേള അതിന് പരിഹാരമായിട്ട് രാക്ഷസ കോട്ടകൾക്കെതിരായ പരിഹാരമായിട്ടാണ് നിങ്ങൾ അത് നടത്തുന്നത് എങ്കിൽ അത് രാഷ്ട്രീയ ചടങ്ങാണ്, അത് രാഷ്ട്രീയ പ്രതിരോധമാണ്. നേരത്തെ പറഞ്ഞ മതേതരത്തിന്റെ മേലാപ്പൊന്നും അതിൽ വെച്ച് വിശുദ്ധമാക്കല്ലേ ശ്രീ RV ബാബു? നിങ്ങൾ ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിക്കണ്ട. ഞാൻ നിലവിലെ സാഹചര്യം എന്താണെന്ന് പറയുകയാണ് ഇത്. നിലവിലെ സാഹചര്യം എന്താണ്? SFI എന്നുള്ള പ്രസ്ഥാനം തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ തന്നെ വിദ്യാനികേതൻ നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ സ്കൂളുകളിൽ ഈ ചടങ്ങ് നടക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ. കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള രാവണൻ കോട്ടകളായി നിലനിർത്താൻ കുട്ടികളെ ഈ തരത്തിലുള്ള അരാജകവാദികളായി കിട്ടണം, അവരെ ഫ്രീ സെക്സ് വാദികളായി കിട്ടണം, അവരെ ചുംബന സമരക്കാരായി കിട്ടണം, അവരെ ആർത്തവം സമരക്കാരായി കിട്ടണം. ഇങ്ങനെയുള്ള കേരളത്തിലെ കലാലയങ്ങളിലെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇങ്ങനെ വേണോ? ഇതിന്റെയൊക്കെ വക്താക്കളായി നിങ്ങൾക്ക് വേണമോ? വെള്ളിയാഴ്ചയിലെ അവധി, ഇടവേള,
മറ്റുള്ളതൊക്കെ നടപ്പിലാകുന്ന കാര്യത്തിൽ ആചാരപരമായ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? അത് ചോദ്യം എന്നോടാണോ? അതെ അതെ, അങ്ങയോടാണ്. ഇതിനകത്ത് SFI എന്ന് കേട്ടാൽ ഇയാൾക്ക് ഇളകിക്കൊണ്ടിരിക്കുന്ന ഹാലിങ്ങനെ തുടർച്ചയായി ഇളകിക്കൊണ്ട്, അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് വേറെ ആക്ഷേപമല്ല. അയാളങ്ങനെ ഹാലിളകി സാധ്യമാകുന്നത്ര മുന്നോട്ട് പോയിക്കൊള്ളട്ടെ. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഭവം അദ്ദേഹത്തിന് RSSന്റെ ശാഖയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അനുഭവമായിരിക്കും. ആ അനുഭവം നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും കേരളത്തിലെ പൊതുസമൂഹത്തിനെ സംബന്ധിച്ചും SFI എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. ആ ധാരണ ഉള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാർത്ഥികളാകെ SFIയോട് ചേർന്ന് നിൽക്കുന്നത്. നിങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പാടെ നിങ്ങളെ കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നിന്നും കലാലയങ്ങളിൽ നിന്നും പുറത്തു നിർത്തിയിട്ടുള്ളത് എന്ന് അങ്ങ് തൽക്കാലം മനസ്സിലാക്കാം. ഇതില് നിങ്ങൾ ഒരു ബഹുമാനവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല ഈ തുടർന്നുകൊണ്ടിരിക്കുന്നവർ സംസ്കാരമെന്നും പൈതൃകമെന്നും ഒക്കെ പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിരോധാഭാസം വിദ്യാർത്ഥികളെ കൊണ്ടുപോയി എത്തിക്കുക എന്ന് മനസ്സിലാക്കുക. വരാനിരിക്കുന്ന തലമുറ ശിരസുയർത്തിപ്പിടിച്ച് ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നവരാക്കി മാറ്റുക എന്ന വലിയ ഉത്തരവാദിത്വം നമുക്കുള്ളത്. ആ ഉത്തരവാദിത്വം നടപ്പിലാക്കേണ്ടുന്ന, ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതിൽ സംഘപരിവാർ മാനേജ്മെന്റ് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അവർ അവിടെ നിന്നും വിദ്യാർത്ഥികളെ ശിരസ്സു കുമ്പിടാൻ വേണ്ടി ആവർത്തിച്ച് വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് ഒരു ഘട്ടത്തിലും വിദ്യാർത്ഥികൾക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബഹുമാനമല്ല, മറിച്ച് വലിയ ആത്മസംഘർഷമാണ്. ഈ പറഞ്ഞ ഇതിനോടുള്ള വലിയ വിരുദ്ധതയാണ്. അതിനപ്പുറത്തേക്ക് എന്താ പറയുക, സ്വയം മതിപ്പില്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് വിദ്യാർത്ഥികൾ പോവുക. അല്ലാതെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഈ വിധത്തിൽ ഉൽപ്പാദിപ്പിക്കേണ്ടുന്ന ഒന്നല്ല ബഹുമാനം എന്നുള്ളത്. അത് പരസ്പര സഹകരണത്തിലൂടെ, പരസ്പര കമ്മ്യൂണിക്കേഷനിലൂടെ വളരെ സ്വാഭാവികമായും വിദ്യാർത്ഥികൾക്കിടയിലൊക്കെ ജനിച്ചു വരേണ്ടുന്ന ഒന്നാണ്. എന്തിനാണ് ഞെട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇത് 40 വർഷമായി ഈ സരസ്വതി വിദ്യാലയങ്ങളിലടക്കം വിവേകാനന്ദ വിദ്യാപീഠങ്ങളിൽ അടക്കം നടക്കുന്ന ഒന്നാണ്. ഇന്ന് ആദ്യമായിട്ടല്ല. നേരത്തെ പറഞ്ഞു കാസർഗോഡ് ഇതിനു മുൻപ് നിങ്ങളുടെ ജില്ലാ നേതാവ് തന്നെ ഈ ഗുരുപൂർണിമ ആഘോഷത്തിൽ പാദപൂജയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നും നിങ്ങൾക്ക് പ്രത്യയശാസ്ത്ര പ്രശ്നമില്ല, ഇപ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഒരൊറ്റ വർഷം മാത്രം എന്തെങ്കിലും അജണ്ട അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട് അതിന്റെ വക്താക്കൾ. ഇല്ല മാധു, അങ്ങനെ ഒരു CPIഎമ്മിന്റെ നേതാവും ഈ നിലയ്ക്ക് പോയി കാല് നീട്ടി ഇരുന്ന് കൊടുക്കില്ല എന്നുള്ളതിനകത്ത് ഞങ്ങൾക്ക് വേറെ തർക്കമൊന്നുമില്ല. ഇദ്ദേഹം പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡാറ്റ വെച്ച് സംസാരിച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പലതും പറഞ്ഞിട്ടുണ്ടാവും. അത് ആ നിലക്കൊന്നും കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരൊന്നും പോയി ഇരുന്ന് കൊടുക്കില്ല എന്ന് തോന്നുന്നു. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞോളെ, അല്ല തീർച്ചയായിട്ടും അതിനകത്തൊന്നും ഒരു തർക്കമില്ല. ഇത്തരത്തിലുള്ള എന്താ പറയാ പിന്തിരിപ്പനായിട്ടുള്ള ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പിന്തിരിപ്പനായിട്ടുള്ള സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് പോയി നിൽക്കേണ്ട ആളുകളല്ല അവർ എന്നുള്ളതിനകത്ത് എനിക്കൊരു തർക്കമില്ല. അത് തള്ളിപ്പറയുന്നതിനകത്ത് എന്താ പ്രയാസമുള്ളത്? ഇനി ഈ ഒരു ഘട്ടത്തിലാണ് ഈ വിധത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നത് എന്നതും തെറ്റായിട്ടുള്ള വാദമാണ്. മുൻകാലങ്ങളിലൊക്കെ ഇത്രയേറെ പിന്തിരിപ്പനായ, ഇത്രയേറെ സങ്കുചിതമായിട്ടുള്ള ആചാരങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് ഉണ്ടാകേണ്ടുന്ന പുരോഗമനപരമായ കാഴ്ചപ്പാടിന് വിരുദ്ധമായി, മതനിരപേക്ഷ കാഴ്ചപ്പാടിന് വിരുദ്ധമായി തിരികെ കയറ്റുന്നതിന് വേണ്ടിയും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും പൊതുസമൂഹത്തെയും പുറകോട്ട് നടത്തുന്നതിന് വേണ്ടിയും ശ്രമങ്ങൾ ഉണ്ടായ ഘട്ടത്തിലൊക്കെ അതിനെതിരെ പ്രതിരോധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ ശബ്ദങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിനെതിരെ ഞങ്ങളുടെ തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇവർ ഈ പറയുന്നത് പോലെയൊക്കെ തന്നെ അറുപിന്തിരിപ്പനായിട്ടുള്ള എത്രയോ ആചാരങ്ങൾ നമുക്കൊക്കെ പോയ കാലത്ത് ഉണ്ടായിരുന്നേ, അതിനെ മുഴുവൻ തിരുത്തി, അതിനെ മുഴുവൻ ഇല്ലാതാക്കി, അതിൽ നിന്നൊക്കെ നവീകരിക്കപ്പെട്ട് നവോത്ഥാന പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമായി തുറച്ചുകളല്ലേ ഇന്നുള്ള നിലയിലേക്ക് ഒരു പുരോഗമന സമൂഹമായി നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനിയും നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതിനകത്തും തർക്കമില്ല. അപ്പോ അങ്ങനെ മുന്നോട്ടുള്ള ഒരു സഞ്ചാരത്തിൽ സമൂഹമാകെ എത്തി നിൽക്കുമ്പോൾ അവിടെ നിന്ന് സമൂഹത്തെ പുറകോട്ട് നടത്തണമെന്ന പിടിവാശിയുമായി ഇവരിങ്ങനെ അവതരിച്ചുകൊണ്ടേയിരിക്കും. അതിനെ
അതിനെ പ്രതിരോധിക്കും. നേരത്തെ അങ്ങ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം വിദ്യാർത്ഥി സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും അല്ലെങ്കിൽ ഇടത് വിദ്യാർത്ഥി യുവജന സംഘടനകളുടെയും മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഈ നാടിന്റെ യാതൊരു ഉത്തരവാദിത്തമാണ്. കേരള പൊതുസമൂഹം ആ ഉത്തരവാദിത്വം വളരെ കൃത്യതയോടുകൂടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്തായാലും അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2016 ബന്തെടുക്ക സരസ്വതി വിദ്യാലയ ഗുരുപൂജ ചടങ്ങിൽ പങ്കെടുത്ത CPM-ന്റെ നേതാക്കൾ എന്നുള്ളതാണ് അവർ പറഞ്ഞൊരു ആരോപണം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാൽ മാഷും CPM-ന്റെ നേതാവ് ബാബു എന്ന ആളും എന്നുള്ളതാണ് ആരോപണം. അങ്ങ് പാർട്ടിക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇപ്പൊ 2016 എന്നുള്ളത് കൊണ്ട് അന്വേഷിക്കാൻ പാടില്ല എന്നുള്ളതുമല്ല. പ്രത്യയശാസ്ത്രപരമായി നിങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ. ശ്രീ സന്ധ്യ വാര്യർ, ഇപ്പോ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് വലിയ തോതിൽ നമുക്ക് ആശയവ്യക്തത നൽകുന്നതാണ്. എങ്ങനെയാണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ സമ്പ്രദായം പരിഷ്കരിക്കപ്പെട്ടത്, എങ്ങനെയാണ് എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും, നേരത്തെ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥകൾക്കൊക്കെ അപ്പുറത്തേക്ക് എല്ലാ മനുഷ്യർക്കും വിദ്യാഭ്യാസത്തിന്റെ വെളിച്ചം സ്വന്തമാക്കി നൽകാൻ കഴിഞ്ഞത് തുടങ്ങിയ ഒരുപാട് ചർച്ചകൾ ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് നമ്മൾ പോരാടി നേടിയത് ഈ വിദ്യാഭ്യാസം എന്നതടക്കമുള്ള അഭിമാന ബോധം കൂടി ഉണ്ടാവുകയാണ്. ശ്രീ PM മാഷ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പല കാര്യങ്ങളിൽ പിന്തിരിപ്പനാണ് എന്ന ഉറച്ച ബോധ്യം ഉണ്ടാവുന്ന സമയങ്ങളിൽ നമ്മളത് തിരുത്താൻ ശ്രമിച്ചിട്ടുള്ള നാടും നാട്ടുകാരും ഒക്കെയാണ്, സമൂഹവും ഒക്കെയാണ്. ആ നിലയ്ക്ക് തിരുത്തേണ്ട ഒന്നാണോ, അനാചാരം എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ട ഒന്നാണോ ഇത് എന്നുള്ളതിൽ കോൺഗ്രസിന്റെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ അങ്ങ് നേരത്തെ പറഞ്ഞു ഇത് അനാചാരമാണ് എന്നുള്ളത്. ആ നിലയ്ക്ക് അതിനെ കാണാനും അതിനെ രാഷ്ട്രീയമായി ചേർക്കാനും കോൺഗ്രസിന് തീരുമാനമുണ്ടോ? നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഈ രാജ്യത്ത് സയന്റിഫിക് ടെമ്പർമെന്റ് അടിസ്ഥാനത്തിൽ ഈ രാജ്യം മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ച രാഷ്ട്രീയ പാർട്ടി. ഈ രാജ്യം സ്വതന്ത്രമായ ഉടനെ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയാകുന്നു. അദ്ദേഹത്തിന്റെ വിഷനായിരുന്നല്ലോ സയന്റിഫിക് ടെമ്പർമെന്റ് എന്ന് പറയുന്നത്. ഈ രാജ്യം ശാസ്ത്രാവബോധത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകണം. അതിനുവേണ്ടി അദ്ദേഹം ഈ രാജ്യത്ത് വികസിപ്പിച്ചെടുത്തത് ഈ രാജ്യത്തെ ലോകം തന്നെ ഏറ്റവും ആദരവോടുകൂടി കാണുന്ന വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളല്ലേ. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഹിന്ദു ഐക്യവേദിയിൽ ശ്രീ RV ബാബു പറഞ്ഞ കാര്യങ്ങളിൽ നിരവധിയായിട്ടുള്ള കോൺട്രഡിക്ഷൻസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഞാൻ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് കേരളത്തിലെ സ്കൂളുകളിൽ ലഹരി വളരുകയാണ്, അതല്ലെങ്കിൽ ഫ്രീ സെക്സ് വളരുകയാണ്. ഇപ്പോൾ ഏറ്റവും എളുപ്പം പറയാവുന്ന ഒരു ആർഗ്യുമെൻറ്റും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തും അതാണല്ലോ, ഫ്രീ സെക്സ് വളരുന്നു അല്ലെങ്കിൽ ലഹരി വളരുന്നു. ശരി, ഇനി അദ്ദേഹം പറഞ്ഞതിന് ഏത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നതെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഈ അധ്യാപകരുടെ അല്ലെങ്കിൽ മറ്റ് BJP ജില്ലാ സെക്രട്ടറിയുടെ പാദപൂജ ചെയ്താൽ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ലഹരിയുടെ വ്യാപനവും ഫ്രീ സെക്സും തടയാൻ കഴിയുന്നത്? ഇതൊന്ന് പറയണം. രണ്ടാമത്തെ കാര്യം, ഞാൻ കണക്കെടുത്ത് പരിശോധിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലഹരി വ്യാപനമുള്ളത് BJP ഭരിക്കുന്ന ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ കേരളമില്ല. അതിൽ 8 സംസ്ഥാനങ്ങളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. 7 സംസ്ഥാനങ്ങളും 3 ഒന്ന് കാശ്മീരും, ഒന്ന് പഞ്ചാബും, ഒന്ന് ഹിമാചലുമാണ്. അപ്പോൾ 10-7 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലഹരി വ്യാപനമുള്ളത്. ഇദ്ദേഹം പറഞ്ഞ ഈ സാംസ്കാരിക ച്യുതി മുഴുവനുള്ളത് RSSന്റെയും BJPയുടെയും കോട്ടകളായി ദശാബ്ദങ്ങളായി വർത്തിക്കുന്ന ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിലല്ല. മാധു, ഞാനും ഇവിടെ ഇരിക്കുന്ന പാനലിസ്റ്റുകളൊക്കെ കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ പഠിച്ചവരാണല്ലോ. നമ്മളാരെങ്കിലും നമ്മളെ പഠിപ്പിച്ച അധ്യാപകരാവണമെന്നില്ല. നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഉണ്ടായിരുന്ന അധ്യാപകരെ കണ്ടാൽ പോലും ഞാൻ ഇന്നും മുണ്ടിൻ്റെ മടക്കി കുത്തഴിച്ചിരുന്ന ആളാണ്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയമാണെങ്കിൽ ഒരു അധ്യാപകനുണ്ടെങ്കിൽ എണീറ്റ് കൊടുക്കും, സീറ്റ് കൊടുക്കും. അതൊക്കെ നമ്മൾ പാദപൂജ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ചാണോ? അല്ല. അപ്പോൾ ഈ കേരളത്തിൽ ഇല്ലാത്തൊരു ആചാരം കൊണ്ടുവന്നിട്ട് കേരളത്തിലെ കുട്ടികൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RSSന്റെ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഇൻഡോക്ട്രിനേഷനാണ് നടക്കുന്നത്. അതാണ് ഇവിടെ നടക്കുന്നത്. ഇനി അത് കേരളത്തിന്റെ ആചാരമാണ്, ഇന്ത്യയുടെ ആചാരമാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ നോക്കണ്ട. അത്തരത്തിൽ അനാചാരങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ രാജ്യം മുന്നോട്ട് പോയിട്ടുള്ളത്. ഇപ്പോൾ സ്കൂളിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത് കേട്ടു, കുറേ പേര് വന്ന് അഭിനന്ദിച്ചു എന്ന്. അപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ സതിക്കെതിരെ വലിയ തോതിൽ പ്രക്ഷോഭം ഉണ്ടായിരുന്ന കാലത്ത് സതിക്ക് അനുകൂലമായിട്ട് ഈ രാജ്യത്ത് കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമാണ്. പക്ഷെ സമൂഹത്തെ മാറ്റിയെടുക്കേണ്ട കടമ ഇവിടുത്തെ ചിന്തിക്കുന്ന സമൂഹത്തിനുണ്ട്, മാധ്യമങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ലോജിക്ക് ഉണ്ടോ? അപ്പോൾ മാതൃഭൂമിയിൽ വിദ്യാരംഭം നടത്തുന്നില്ല എന്നുള്ളതാണ്. ജന്മഭൂമിയിൽ നടത്തിക്കോട്ടെ, ജനത്തിൽ നടത്തിക്കോട്ടെ, പക്ഷെ വിദ്യാലയത്തിൽ നടത്തരുത്. അതല്ലേ പ്രശ്നമുള്ളൂ. ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? അപ്പോൾ അത് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹത്തോട് ഞാൻ കൃത്യമായിട്ട് ചോദിക്കുകയാണ്, ഈ വിദ്യാലയങ്ങളിലെ മൂല്യച്യുതിയുടെ അതിനുള്ള ഉത്തരമെന്ന് പറയുന്നത് ഇത്തരത്തിൽ അനാചാരങ്ങൾ പഠിപ്പിക്കലാണോ? അതിന് പകരം വിദ്യാർത്ഥികളിൽ സയന്റിഫിക് ടെമ്പർമെന്റ് വളർത്തലാണോ? അവരിൽ ശാസ്ത്രാവബോധം വളർത്തലാണോ? ഈ ബഹുമാനം എന്ന് പറയുന്ന ബഹുമാനം എന്ന് പറയുന്നത്, ആദരവ് എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങേണ്ടതല്ല. ഇത്തരത്തിൽ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ടല്ല. മറിച്ച് സംവാദത്തിലൂടെ, പഠനത്തിലൂടെ അധ്യാപകർക്ക് മേലൊരു ആരാധന തോന്നണം. അത് ബഹുമാനവും അല്ലെങ്കിൽ ഇതുപോലത്തെ ആദരവും ഒക്കെ ആയി മാറണം. അതല്ലാതെ കുട്ടികൾക്ക് മുന്നിൽ കുറേ പേരെ കൊണ്ടുനിർത്തി കാലി അവർക്ക് ഇതിന് അർഹരാണോ എന്നുള്ളത് വേറെ കാര്യം. ഈ കൊണ്ടുവന്നിരുത്തിയ ആളുകളുടെ മുഴുവൻ അർഹത ആരാ നിശ്ചയിച്ചത്? അപ്പൊ അതുകൊണ്ടല്ലോ ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾ മുഴുവൻ എല്ലാം തികഞ്ഞ ആളുകളാണോ?
അങ്ങനെ പറയാൻ സാധിക്കുമോ? അപ്പോൾ കുട്ടികൾക്ക് മുമ്പിൽ നിങ്ങൾ എന്ത് മാതൃകയാണ് വെക്കുന്നത്? ഇതുകൊണ്ട് കുട്ടികൾ എന്ത് ഭൗതികമായിട്ടുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള എന്ത് നേട്ടമാണ് ഉണ്ടാകുന്നത്? ആത്മീയമായി പോലും ഈ കുട്ടികൾ പിന്നോട്ട് പോകും. കേരളത്തിൽ വാസ്തവത്തിൽ ഹിന്ദു വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ആത്മാഭിമാനത്തെ ഇവർ തകർക്കുകയാണ്. ഹിന്ദുക്കളെ ശിലായുഗ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഹിന്ദുക്കളെ സയന്റിഫിക് കമ്മ്യൂണിറ്റി ആയിട്ട് വളർത്തുകയാണ് ചെയ്യേണ്ടത്, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്. അത് ചെയ്യാതെ ഇവർ ഹിന്ദുക്കളെ മുഴുവൻ പുറകോട്ട് വലിച്ചുകൊണ്ട് പോവുകയാണ്. അതിൽ നിന്നൊക്കെ ഹിന്ദു ആത്മീയ ആചാര്യന്മാർ ഏറെ മുന്നോട്ട് നടത്തിയിട്ടുണ്ട്. ഇവിടെ ശ്രീനാരായണ ഗുരുദേവനും മന്നത്ത് പത്മനാഭനും അയ്യങ്കാളിയും അടക്കമുള്ള ഒരുപാട് സാമൂഹിക നവോത്ഥാനം നടന്നിട്ടൊരു മണ്ണാണിത്. ആ മണ്ണിൽ ഒരുപാട് ഈ സമൂഹം മുന്നോട്ട് പോയിട്ടുണ്ട്. RSS ഇനി എത്ര പിടിച്ച് പിന്നോട്ട് വലിക്കാൻ ശ്രമിച്ചാലും ഈ സമൂഹം പുറകോട്ട് പോരില്ല. അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ഇനി എത്ര ശ്രമിച്ചാലും എന്തൊക്കെ ശ്രമിച്ചാലും കേരളം നേടിയിട്ടുള്ള, ഈ രാജ്യം നേടിയിട്ടുള്ള ഈ മുന്നോട്ടുള്ള പ്രയാണത്തിൽ നിന്ന്, ഈ നവോത്ഥാനത്തിൽ നിന്ന് നിങ്ങൾക്ക് അതിനെ പുറകോട്ട് പിടിച്ച് വലിക്കാൻ കഴിയില്ല. നിങ്ങൾ ശ്രമിക്കുന്നുണ്ട്, ആവതോളം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നെ തൂക്കത്തിനെ എതിർത്തവരാണെങ്കിൽ എന്ന് പറയുന്നു, തൂക്കത്തിന് എതിർത്തവരാണെങ്കിൽ, ഗുരുവായൂരിലെ ബ്രാഹ്മണ സദ്യയെ എതിർത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ മാർസ്നാനെ എതിർത്തവരാണെങ്കിൽ നമുക്കറിയാവുന്നതാണ്. ത്രൈവർണ്ണങ്ങളിൽപ്പെട്ടവർക്ക് മാത്രം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാലത്ത് നിന്ന് അതെല്ലാവർക്കും സ്വന്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ വിപ്ലവം നടത്തിയ ഇടമാണ്. മാറ്റേണ്ടത് മാറ്റിയും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ചും തന്നെയാണ് നമ്മൾ വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് സമൂഹത്തോട് വലിയ പ്രതീക്ഷയുമാണ് ഉള്ളത്. അഡ്വക്കേറ്റ് കരുണാകരൻ, ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു വലിയ പിന്തുണ ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. തുടർ വർഷങ്ങളിലും ഈ കാര്യങ്ങൾ തുടരുക എന്നുള്ളത് തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും. കാരണം ഞങ്ങള് വിദ്യാഭ്യാസം ഞങ്ങളുടെ സ്വകാര്യ വിദ്യാലയമാണ്. നേരത്തെ പറഞ്ഞ സർക്കാർ നിയമങ്ങളും നിബന്ധനകളും ഒക്കെ നിങ്ങൾ പറഞ്ഞു. ഈ സർക്കാരിന്റെ നിന്ന് കാശ് വാങ്ങി ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങളിൽപ്പെട്ടതാണല്ലോ. അത്തരം വിദ്യാലയങ്ങളിൽ ഇന്ന് നടക്കുന്ന പ്രാർത്ഥനകൾ, അവിടെയുള്ള പ്രാർത്ഥനാ ഹാളുകൾ, അതേപോലെ അവിടുത്തെയുള്ള മതപരമായ ആചാരങ്ങൾ, ഇതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല, ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. ഞങ്ങളുടെ അദ്ദേഹത്തിന്റെ സമയമാണ്. ഒരു കാര്യം പറയപ്പെട്ടു പോയി. ഒരു കാര്യമുണ്ട്, അതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകും. അദ്ദേഹം രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് വിടുന്നതിനെ കുറിച്ച് പറഞ്ഞു. മറ്റൊന്ന്, അദ്ദേഹം ഈ മുസ്ലിങ്ങളുടെ സുന്നത്ത് കർമ്മത്തെക്കുറിച്ചും അത് ബാലാവകാശത്തെ ലംഘിക്കുന്നെന്ന് അദ്ദേഹം പറഞ്ഞു. BJP ഭരിക്കുന്ന 10 സംസ്ഥാനം ഉണ്ടല്ലോ, രാജ്യത്ത് നിങ്ങളാണല്ലോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 10 കൊല്ലമായിട്ട്. എന്തേ നിരോധിക്കാത്തത്? എന്താ നിങ്ങൾ നിരോധിക്കാത്തത്? ഹൈക്കോടതിയിൽ പോയതാണെന്നേ. ഞങ്ങളുടെ വിദ്യാലയത്തിലെ ഔപചാരികമായ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സംഗീതം പഠിപ്പിക്കുന്നു. അവിടെ ശാരീരികമായിട്ടുള്ള, അതായത് ഫിസിക്കൽ എക്സസൈസ് ഞങ്ങൾ നൽകുന്നുണ്ട്. അവിടെ ഞങ്ങൾ യോഗ പഠിപ്പിക്കുന്നുണ്ട്, ആയുർവേദത്തെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, നൈതികമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകുന്നുണ്ട്. സത്യത്തിൽ ആ നൈതികപരമായ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരം വിശേഷ ദിവസങ്ങളിൽ. ഇത് ഈ ഗുരുപൂജ മാത്രമല്ല. അങ്ങ് പറഞ്ഞ ഒരു വാക്ക് കൂടി ഞാൻ എടുക്കുന്നു. ഞങ്ങളുടേത് ഒരു സ്വകാര്യ വിദ്യാലയമാണ്. അപ്പോൾ എന്തായാലും സംസ്ഥാന സർക്കാർ ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ സ്വകാര്യ വിദ്യാലയങ്ങളിൽ എന്തൊക്കെ നടക്കണം, നടക്കേണ്ട എന്ന കാര്യത്തിൽ കൂടി നിയമാവലി പുറത്തിറക്കട്ടെ. ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തീരുമാനം കൈക്കൊള്ളട്ടെ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.